നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്വഭാവമാണ് നമ്മളെക്കുറിച്ച് നല്ലത് പറയുന്നത് കേൾക്കാൻ. നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് നല്ലവനാണ്, മഹാനാണ്, ഈ നാട്ടിലെ പെണ്ണുങ്ങളുടെ ഇടയിൽ ഏറ്റവും നല്ല ഒരു പെണ്ണാണ് ആ സഹോദരി, ഈ നാട്ടിലെ കുട്ടികളുടെ ഇടയിൽ നല്ല ഒരു പെൺകുട്ടിയാണ് അവള്, ഉമ്മമാരുടെ ഇടയിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ളതാണ് ആ ഉമ്മയ്ക്ക് എന്ന് നിങ്ങളെക്കുറിച്ച് ജനങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതാണായാലും പെണ്ണായാലും, പ്രായമുള്ളവരാണെങ്കിലും കുട്ടികളാണെങ്കിലും ചെറുപ്പക്കാരാണെങ്കിലും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത്. നമ്മളെ വാഴ്ത്തുകയും നമ്മളെ പുകഴ്ത്തുകയും ചെയ്യുന്നത് എനിക്കും നല്ല ഇഷ്ടമാണ്. ഇപ്പൊ ബഹുമാനായ അനസ് മൗലവി എന്നെ കുറിച്ച് പറഞ്ഞപ്പോ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ അല്ലേ, ഒരാളെ വിളിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ഇങ്ങനെ പൊക്കി പറയാറുണ്ട്. സത്യത്തിൽ അതിനൊന്നും അർഹതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കാറില്ല. എല്ലാവർക്കും അത് ഇഷ്ടം തന്നെ. ചിലരെ കുറിച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ്, ആലിമീങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളാണ്, പാവങ്ങളുടെ പടത്തലവനാണ് എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. പറയുന്നവനും അറിയാം, കേൾക്കണവനും അറിയാം ഇവ അറുത്ത കൈക്ക് പോലും ഉപ്പ് തേക്കാത്തവനാണെന്ന് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ ഇരുത്തിയിട്ട് ഇങ്ങനെ പൊക്കി പൊക്കി പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമുക്കെല്ലാവർക്കും വലിയ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് നമ്മളെ വാഴ്ത്തുക, നമ്മളെ പുകഴ്ത്തുക, നമ്മളെക്കുറിച്ച് മധുഹു പറയുക, നമ്മൾ വലിയവനാണെന്ന് പറയുക. ഇതോ ഇഷ്ടപ്പെടുന്നൊരു സ്വഭാവമാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. ഒരാൾ മുഖത്ത് നോക്കിയിട്ട് എൻ്റെ പൊന്നാര സിറാജ് ഉസ്താദ് നിങ്ങളുടെ വയല്, എന്നോട് എത്ര പേര് പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ വയല് ഞാൻ എപ്പോഴും കേൾക്കാറുണ്ട്. ചില ചെറുപ്പക്കാരനോട് പറയാറുണ്ട്, ഉസ്താദ് നിങ്ങളുടെ വയല് കേട്ടിട്ടാ ഉറങ്ങണേന്ന്. ഞാൻ ചിന്തിക്കുന്നത്, പടച്ചോനെ, പണ്ട് പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇപ്പൊ വയല് കേട്ടിട്ട് ഉറങ്ങുന്നു, ഇത്ര വ്യത്യാസമുള്ളൂ. അല്ല പറയാ, ഉസ്താദ് വയല് കേട്ടിട്ടാണ് ഉറങ്ങുന്നതെന്ന് പറയാം. അപ്പൊ ഇങ്ങനെ പൊക്കി പറയാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന ജനങ്ങൾ മുഴുവനും ഇന്ന് നിങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചു പോകുമ്പോ നീ മഹാനാണെന്ന് പറഞ്ഞാൽ നീ മഹാനാകില്ല. നീ നല്ലവളാണെന്ന് പറഞ്ഞാൽ നീ നല്ലവളാകില്ല. ഈ വയല് കേൾക്കാമെന്ന് എല്ലാവരും പറയുന്നു, സിറാജ് ഉസ്താദ് വലിയ ഒരു പ്രഭാഷകനാണ്, വലിയ ആളാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് കേൾക്കുമ്പോ എൻ്റെ മനസ്സിനൊരു സുഖം, അതിനപ്പുറത്ത് വേറെ നേട്ടമൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെങ്കിലും ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അധികം പേരും അങ്ങനെ പറയുന്നത്. എന്നാൽ എപ്പോഴാണ് ഒരാൾ മഹാനാകുന്നത്, ഒരാളെ കുറിച്ച് എപ്പോഴാണ് മഹാനാണെന്ന് ജനങ്ങൾ പറയേണ്ടത്? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിച്ചിരിക്കുന്ന സമയത്തല്ല. ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മഹാനാണെന്ന് പറഞ്ഞാൽ, വലിയവനാണെന്ന് പറഞ്ഞാൽ അതിനകത്ത് പ്രത്യേകമായിട്ട് നേട്ടമൊന്നുമില്ല. പിന്നെ എപ്പോഴാണ് പറയേണ്ടതെന്നറിയോ? ഈ വയല് കേൾക്കാൻ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, പെങ്ങളെ, നിന്നെ കുറിച്ച് എല്ലാവരും നീ നല്ലവളാണെന്ന് പറയേണ്ട സമയം എപ്പോഴെന്നറിയോ? അത് ദുനിയാവിലൂടെ നീ ജീവനോടെ നടക്കുന്ന സമയത്ത് മാത്രമല്ല. എപ്പോഴാണ് നീ നല്ലവളാണെന്ന് പറയേണ്ടതെന്നറിയോ? ഖാബിദുൽ അർവാഹു മലക്ക് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് ആകാശ ലോകത്ത് നിന്ന് 70 മുതൽ 70,000 വരുന്ന ഒരു സംഘവുമായി എന്റെയും നിങ്ങളുടെയും കണ്ണിന്റെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയമുണ്ടല്ലോ. പടച്ച റബ്ബേ, ഇന്ന് വരെ ഞാനും നിങ്ങളും മലക്കുകളെ കണ്ടിട്ടില്ല. ഈ വഅദ് പറയുന്ന മജ്ലിസിന്റെ ചുറ്റുഭാഗം മുഴുവനും അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാഖമാർ എനിക്കും നിങ്ങൾക്കും വേണ്ടി ദുആ ചെയ്യുകയാണ്. പക്ഷേ മലക്കുകളെ കാണാനുള്ള കാഴ്ച നമുക്കില്ലല്ലോ. എന്നാ മലക്കുകളെ കാണുന്ന ഒരു സമയമുണ്ട്. ഫകസഫിനാ അൻക ഖിതാക ഫബസറുക അൽയൗമ ഹദീദ്. അസ്റായീൽ എന്ന് പറയുന്ന മലക്കും തന്റെ അനുയായികളും റൂഹ് പിടിക്കുന്നതിന് വേണ്ടി ഇറങ്ങി വരുന്ന രംഗമുണ്ടല്ലോ. ആ സമയമെത്തിയാ നമ്മുടെ കണ്ണു തുറക്കുകയാണ്. നമ്മളെല്ലാവരും മലക്കുകളെ കാണുകയാണ്. പടച്ചവനെ, ആ മലക്കുകൾ നമ്മുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് എന്റെയും നിങ്ങളുടെയും റൂഹ് പിടിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വളന്ന അന്നഹുൽ ഫിറാഖ്
والتفت الساق بالساق. അല്ലാഹുവിന്റെ മലക്കുകൾ അവിടുന്ന് നമ്മുടെ റൂഹ് പിടിക്കുന്ന ഒരു രംഗമുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ സഹോദരി, പടച്ച റബ്ബേ, എപ്പോഴാണ് ജനങ്ങളെ നമ്മളെ കുറിച്ച് നല്ലത് പറയേണ്ടത്? നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ടതിന് ശേഷവും ജനങ്ങളെ നമ്മളെ കുറിച്ച് നല്ലത് പറയണമല്ലോ. അതുകൊണ്ടാണ് പടച്ചവനെ, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞ ആ മനുഷ്യനെ കുറിച്ച് 40 പേര് നല്ലത് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്ന് നബി തങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാമെന്നവരോട് പറയുകയാ, ആരാണ് മഹാനെന്നറിയോ? ആരാണ് വിജയിച്ചവനെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, മന്നസിനാ അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറയുകയാണ്, ഈ സദസ്സിലിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണ്. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ആണാകട്ടെ പെണ്ണാകട്ടെ, പ്രായമുള്ളവരാകട്ടെ കുട്ടികളാകട്ടെ ചെറുപ്പക്കാരാകട്ടെ, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന ഒരാൾക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു ആ ഒരാളിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അതാരാ? ഈ വഅദ് കേൾക്കാൻ വന്നവർ മുഴുവനും നല്ലവനെന്ന് പറയുന്ന മനുഷ്യനല്ല. ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരും നല്ലവനാണെന്ന് പറയുന്നവനല്ല. പിന്നെ ആർക്കാണ് സ്വർഗം നിർബന്ധമായ ആ വ്യക്തിയാരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ മരിച്ചതിന് ശേഷം, നീ മരണപ്പെട്ടതിന് ശേഷം അല്ലാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് 4 പേര് സാക്ഷി പറഞ്ഞാൽ നിനക്ക് സ്വർഗം നിർബന്ധമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മനുഷ്യൻ മരിച്ചതിന് ശേഷം 4 പേര് പറയുകയാ, അവൻ നല്ലവനായിരുന്നു പടച്ചവനെ, അല്ലാഹുവേ ആ പെണ്ണ് നല്ലവളാണ് എന്ന് 4 പേര് അല്ലാഹുവിനോട് സാക്ഷി പറഞ്ഞാൽ അവന് സ്വർഗം നിർബന്ധമാ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എത്ര പേര് പറയണം? ഒന്നുറക്കെ പറ, എത്ര പേര് പറയണം? 4 പേര് നീ നല്ലവനാണെന്ന് പറഞ്ഞാൽ നിനക്ക് സ്വർഗമുണ്ട്. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയോ? പറയോ? ഓരോ മനുഷ്യനും ചിന്തിക്ക്, നീ മരിച്ചു കഴിഞ്ഞാൽ 4 പേര് നീ നല്ലവനാണെന്ന് പറയുമോ? പറയൂ താത്താമാരെ? എല്ലാം ചിരിക്കുന്നുണ്ട്. പറയും സിറാജെ, അത് ആരെങ്കിലൊക്കെ പറയൂടാ അല്ലേ? നമുക്കൊരാഗ്രഹമുണ്ട്, നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു 4 പേര് നമ്മളെക്കുറിച്ച് നല്ലത് പറയും, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്ന് നമ്മൾ കരുതുന്നു. എന്നാൽ ഏതെങ്കിലും 4 പേര് പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ചാവ് അടിച്ച് കിടക്കുന്നവൻ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കള്ളു കുടിച്ചടക്കുന്ന ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? തലയിലും തുണിയില്ല, നിസ്കാരമില്ല, പടച്ചവനെ അള്ളാനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരു ഉമ്മ പറയുക നീ നല്ലവളാണെന്ന്, കാര്യമൊന്നുമില്ല. ഏതെങ്കിലും 4 പേര് പറഞ്ഞാൽ പോരാ, പറയേണ്ട 4 പേര് തന്നെ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറയേണ്ടവര് പറയണം. ആരെങ്കിലും പറഞ്ഞാൽ സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അതുകൊണ്ട് പറയാൻ അർഹതയുള്ള യോഗ്യതയുള്ളവരുണ്ട്. ആ 4 പേര് പറയട്ടെ നീ നല്ലവനാണെന്ന്. അതുകൊണ്ട് ആ 4 പേരെ ഞാൻ പറഞ്ഞു തരാം. എങ്ങനെയെങ്കിലും കൂടെ കൂട്ടിക്കോ. അത് സ്വർണ്ണം ഊരി കൊടുത്തിട്ടാണെങ്കിലും, വീട് വെച്ച് കൊടുത്തിട്ടാണെങ്കിലും, പൈസ കൊടുത്തിട്ടാണെങ്കിലും, തിന്നാൻ മേടിച്ചു കൊടുത്തിട്ടാണെങ്കിലും, എന്നാ ചെയ്തിട്ടാണെങ്കിലും കുഴപ്പമില്ല. ഈ 4 പേരെ എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റപ്പാക്കി വെക്ക്. നാളെ സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം 4 പറയാമെന്ന് ഞാൻ വാക്കൊന്നും പറയൂല. എൻ്റെ വണ്ടി 11 മണിക്ക് നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 11 മണി വരെ പറയാൻ പറ്റുന്നത് പറയും. സന്തോഷത്തോടെ ദുആ ചെയ്ത് പിരിയും. അള്ളാഹു നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കപ്പറ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒന്നാമത്തെ ആളാരാ? നമ്മളെക്കുറിച്ച് നല്ലത് പറയേണ്ട ഒന്നാമത്തെ ആളാരാ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 63-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദിവസം നബി തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു.
അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്തോട് വിട പറഞ്ഞു. പ്രവാചകന്റെ വഫാത്ത്, പ്രവാചകന്റെ മരണം അറിഞ്ഞവർ മുഴുവനും കരയാൻ തുടങ്ങി. പ്രായമുള്ളവരും കുട്ടികളും രോഗികളും ആണും പെണ്ണും നബിതങ്ങൾ വഫാത്ത എന്നറിയുന്നവർ മുഴുവനും കരയുകയാ. അറിഞ്ഞവർ അവരുടെ വീടുകളിൽ നിന്ന് നിലവിളിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ പരിസരത്തേക്ക് ഓടുകയാ. എല്ലാവരോടും ആ കരച്ചിൽ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു വീട്ടുകാര് മാത്രമല്ല, ഒരു നാട് മുഴുവനും നബിതങ്ങളുടെ വഫാത്ത് അറിഞ്ഞപ്പോൾ മദീന മുഴുവനും വല്ലാതെ കരയുകയാ. ഒരാള് പോലും ഒന്ന് സമാധാനിപ്പിക്കാനില്ല. എടോ, നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാരും കരയില്ല. കരയുന്നവനെ സമാധാനിപ്പിക്കാനെങ്കിലും ഒരാൾ കാണും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോൾ ഒരാള് പോലും കരയല്ലേ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഒരാളില്ലായിരുന്നു. കാരണം എല്ലാരും കരച്ചല. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു മദീനത്ത് പോലുമില്ല, നാട്ടിൽ പോലുമില്ല അബൂബക്കർ തങ്ങള്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഊരി പിടിച്ച വാളുമായിട്ട് നബിതങ്ങളുടെ വീടിന്റെ മുമ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ആരെങ്കിലും നബിതങ്ങൾ വഫാത്തായി എന്ന് പറഞ്ഞാൽ അവന്റെ തല ഞാൻ എടുക്കുമെന്ന് പറഞ്ഞിട്ട് ഉമർ തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ബോധം നഷ്ടപ്പെട്ടു പോയി. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന് സംസാരിക്കാൻ പറ്റുന്നില്ല, തളർന്നിരിക്കുകയാ. അങ്ങനെ സഹാബത്ത് മുഴുവനും, മദീന മുഴുവനും കരയുകയാ. എന്ത് ചെയ്യണമെന്നറിയില്ല. നബിതങ്ങൾ തിങ്കളാഴ്ച ദിവസമാണ് വഫാത്തായത്. തിങ്കൾ കഴിഞ്ഞു, ചൊവ്വാഴ്ച കഴിഞ്ഞു, ബുധനാഴ്ച, 3 ദിവസമാണ് നബിതങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ജനാസ അവിടെ വെച്ചത്. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ല. അതുകൊണ്ടാണ് നബിതങ്ങളുടെ ആരാണ് കുളിപ്പിക്കേണ്ടത്, മയ്യത്ത് കുളിപ്പിക്കേണ്ടത് ആരാണ്, എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്, എവിടെയാണ് ഖബർ കുടിക്കേണ്ടത്, എവിടെയാണ് ഖബറടക്കേണ്ടത്, ആരാണ് കഫം പൊതിയേണ്ടത്, നിസ്കരിക്കേണ്ടത് എങ്ങനെയാ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും പറഞ്ഞു കൊടുക്കാൻ ഒരു നേതാവില്ലാത്തത് കാരണം അങ്ങനെ മദീന മുഴുവനും കരഞ്ഞുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രത്യേകത, വലിയ ധൈര്യമില്ലാത്ത സഹാബിയ, ലോലമായ ഹൃദയത്തിന്റെ ഉടമയാണ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ ദിവസം ഒരു ഈമാനികമായിട്ടുള്ള ഒരു ധൈര്യം കൊടുത്തു. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ നബിതങ്ങളുടെ വീടിനകത്തേക്ക് കടന്നു വന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മരണം അവിടെന്ന് സ്ഥിരീകരിച്ചു. അത് കഴിഞ്ഞ് പടച്ചവനെ മസ്ജിദ് നബവിയുടെ മിമ്പറിലേക്ക് കയറുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവിടെന്ന് ജനങ്ങളോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അവിടെന്ന് പ്രഖ്യാപിക്കുകയാ. പടച്ചവനെ, നബിതങ്ങളെ ലോകത്തോട് വിട പറഞ്ഞത് അവിടെന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പ്രമുഖരായ സ്വഹാബത്ത് മുഴുവനും ഒരുമിച്ച് കൂടുകയാ. ഇസ്ലാമിനൊരു ഭരണാധികാരി കടന്നു വന്നു, ഇസ്ലാമിനൊരു നേതാവ് കടന്നു വന്നു. അങ്ങനെ പടച്ചവനെ എല്ലാവരും അബൂബക്കർ തങ്ങളെ നേതാവായി തിരഞ്ഞെടുക്കുകയാണ്. റബ്ബേ, അബൂബക്കർ തങ്ങളെ പറഞ്ഞു കൊടുത്തു, എവിടെയാണോ ഒരു പ്രവാചകൻ മരണപ്പെടുന്നത് അവിടെയാണ് ഖബറടക്കേണ്ടത്. ആരാണ് ഖബർ കുടിക്കേണ്ടത്, എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരേണ്ടത്. പടച്ചവനെ, എല്ലാവരും ഒറ്റയ്ക്കാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്. പ്രവാചകന്റെ എല്ലാ കാര്യങ്ങളും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറഞ്ഞു കൊടുക്കുകയാ. അങ്ങനെ ബുധനാഴ്ച വൈകുന്നേരത്തോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ സറഫാക്കപ്പെട്ട ജനാസയുണ്ടല്ലോ, ആ റൗളയിൽ അവിടെന്ന് ഖബറടക്കുകയാണ്. പടച്ചവനെ, അബൂബക്കർ തങ്ങൾ ഇസ്ലാമിന്റെ 1ാമത്തെ ഖലീഫയായി അവിടെന്ന് ഭരണം നടത്തുകയാണ്. അതാ പടച്ചവനെ, 2 വർഷവും 3 മാസവും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ ഭരണാധികാരിയായിരുന്നു. അങ്ങനെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. പടച്ചവനെ, എന്റെ മരണം അടുത്തിരിക്കുന്നു അല്ലാ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ മരണമെടുത്തെന്ന് മനസ്സിലാവുകയാ. അവിടുന്ന് ടെൻഷനായി. എന്തിനാണ് ടെൻഷൻ എന്നറിയോ? അല്ലാഹുവേ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ രണ്ടാമതൊരു ഖലീഫ വേണമല്ലോ.
ഇസ്ലാമിനൊരു നേതാവ് വേണമല്ലോ. അങ്ങനെ നേതാവിനെ തെരഞ്ഞെടുത്തില്ലെങ്കിൽ നബി തങ്ങളുടെ ജനാസ വെച്ചതുപോലെ എന്റെ ജനാസയും വെക്കുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ മരിക്കുന്നതിന് മുമ്പ് അടുത്ത ഖലീഫയെ തെരഞ്ഞെടുക്കണം. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ തീരുമാനിച്ചു. ആരുടെ പേരാണ് ഓർമ്മ വരുന്നതെന്നറിയോ? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പേര് ഓർമ്മ വരികയാ. ഇസ്ലാമിന്റെ ഖലീഫയായി ഉമറിനെ തെരഞ്ഞെടുക്കാൻ തീരുമാനിക്കുകയാ. പടച്ചവനെ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഉണ്ട്. എന്താണ് ടെൻഷൻ എന്നറിയോ? ഉമറിന് അധികാരം കൊടുക്കണമെങ്കിൽ ഉമറിനെ കുറിച്ച് നല്ലതുപോലെ അറിയണമല്ലോ. കണ്ടവന്റെ കയ്യിൽ അധികാരം കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പടച്ചവനെ ഉമറിന്റെ സ്വഭാവം അറിയണമല്ലോ. ഉമറിന് വലിയ പരിചയമൊന്നുമില്ല. എപ്പോഴും കാണാറുണ്ട്, എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉമർ പങ്കെടുക്കാറുണ്ട്. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്. എന്നാൽ രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എന്താ? ആരും കാണാതെ വന്നു കഴിഞ്ഞാൽ, ഒറ്റയ്ക്കായി പോയാൽ ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കറിയില്ല പടച്ചവന്. പിന്നെ എങ്ങനെയാണ് ഞാൻ ഉമറിന് അധികാരം കൊടുക്കുന്നത്? അതുകൊണ്ട് ഉമറിനെ കുറിച്ച് പഠിക്കണമല്ലോ, ഉമറിനെ കുറിച്ച് അറിയണമല്ലോ. അതിനെന്ത് ചെയ്തെന്നറിയോ? സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാ. ഉസ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയെ വിളിക്കുകയാ. എന്നിട്ട് പറഞ്ഞു, ഉസ്മാനെ, എന്റെ മരണമെടുത്തിരിക്കുന്ന ഉസ്മാൻ, ഉമറിന് അധികാരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. ഉമറിന് അധികാരം കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. പക്ഷേ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല. പരസ്യമായി നോക്കിയാൽ ഉമർ നല്ലവനാണ്, രഹസ്യമായ ജീവിതത്തിൽ ഉമറിന്റെ സ്വഭാവം എനിക്കറിയില്ല. നിനക്കറിയാം ഉസ്മാൻ, നിനക്കറിയാം ഉസ്മാൻ. അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമറിന്റെ സ്വഭാവം എന്താണെന്ന് നീ എനിക്കൊന്ന് പറഞ്ഞു തരുമോ? എന്തുകൊണ്ടാണ് ഉസ്മാൻ തങ്ങളോട് ചോദിക്കാനുള്ള കാരണം? ഉസ്മാൻ തങ്ങളും ഉമർ തങ്ങളും ഫ്രണ്ട്സുകളാ. ഉമർ തങ്ങളുടെ ഏറ്റവും അടുത്ത ചങ്ങാതി ഉസ്മാനാണ്. പരസ്പരം കൂട്ടുകാരനാണ്. ഒരു കൂട്ടുകാരന്റെ സ്വഭാവം കൂട്ടുകാരൻ അറിയുമല്ലോ. അതുകൊണ്ട് പറഞ്ഞു, ഉസ്മാനെ, അഖ്ബിർനി അൻ ഉമർ ഇബ്നുൽ ഖത്താബ്, നിന്റെ കൂട്ടുകാരന്റെ സ്വഭാവം ഒന്ന് പറഞ്ഞു തരുമോ? സുബ്ഹാനല്ലാഹ്, ഉസ്മാൻ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഉസ്മാൻ തങ്ങൾ പറയുകയാണ്, വല്ലാഹി ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. ഈ ലോകത്തിന്റെ അധിപനായ പടച്ച റബ്ബിനെ കൊണ്ട് തന്നെയാണ് സത്യം. ഈ ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. അല്ലാഹനെ കൊണ്ട് സത്യം ചെയ്തിട്ട് പറയുകയാ, ഇന്ന സരീറതഹു ഖൈറൻ മിൻ അലാനിയാ. എന്റെ കൂട്ടുകാരൻ ഉമറുണ്ടല്ലോ, അവൻ അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കുന്നവനാ. എന്റെ കൂട്ടുകാരൻ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം. എന്റെ കൂട്ടുകാരൻ നല്ലവനാണ്. ഞാനാണ് സാക്ഷി പറയുന്നത്. ധൈര്യമായിട്ട് അധികാരം കൊടുക്കാ. ഉമർ തങ്ങളെ കുറിച്ച് ഉസ്മാൻ തങ്ങളെ പടന്ന് സാക്ഷി പറയുമ്പോ ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന മുസ്ലിമേ, നീ മരിച്ചു കഴിഞ്ഞാൽ നീ നല്ലവനാണെന്ന് പറയേണ്ട ഒന്നാമത്തെ ആള് നാട്ടുകാരല്ല, കുടുംബക്കാരല്ല, നിന്റെ കൂടെ നടക്കുന്ന നിന്റെ കൂട്ടുകാരനാ. ഞാനും നിങ്ങളും മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ നല്ലവനാണെന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ നമുക്കുണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നമ്മുടെ ചങ്ങാതി പറയുവോ നമ്മൾ നല്ലവനാണെന്ന്? നിന്റെ കൂടെ നടക്കുന്ന ആമിന പറയുവോ നീ നല്ലവളാണെന്ന്? ഉസ്താദെ, എന്റെ ചങ്ക ഉസ്താദെ, ഇവൻ
ഇവൾ എൻ്റെ ചങ്ങാതിയാ പറയാറില്ലേ? ചങ്കാണെന്ന് പറയുന്ന നിന്റെ കൂട്ടുകാരനുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ. നിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട്, ഇന്നുവരെ നിന്നെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ട് നടന്ന നിന്റെ ചങ്ങാതിയുമായിട്ട് നീ ഒന്ന് പിണങ്ങി നോക്കിക്കേ. നടു റോഡിൽ ഇറങ്ങി നിന്നിട്ട് നിന്റെ കഥ മുഴുവനും അവൻ വിളിച്ചു പറയും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. എടോ, ഇതാണ് നമ്മുടെ കൂട്ടുകാർ. നമ്മുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവരാ. ഒരു നല്ല കൂട്ടുകാരൻ ആർക്കാവുള്ളത്? ഒരു നല്ല ഫ്രണ്ട്സ് ആർക്കാവുള്ളത്? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പാപ്പ നിന്റെ കൂട്ടുകാരൻ നിന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടോ എന്ന്? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു കൂട്ടുകാരി ചോദിച്ചിട്ടുണ്ടോ നീ സുന്നത്ത് നോമ്പ് പിടിച്ചില്ലല്ലോടി, അല്ലെങ്കിൽ നീ ഖുർആൻ ഓതിയോ, നീ എന്തെങ്കിലും ഒരു നന്മ ചെയ്തോ? അങ്ങനെ ചോദിക്കുന്ന ഒരു ചങ്ങാതി നമുക്കുണ്ടോ? നമുക്ക് കുറേ എണ്ണം ഉണ്ട്. പടച്ചവൻ നിങ്ങൾ ആലോചിക്കേ, ഇവിടെ ചങ്ങാതി, നല്ല ഒരു ചങ്ങാതി നമുക്ക് വേണം. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ? എടാ, ചങ്കാണെന്ന് പറഞ്ഞാ പോരാ, രണ്ട് നല്ല കൂട്ടുകാരെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. രണ്ട് ചങ്ങാതിമാര് എന്തിനാ നീ പറയുന്നത് പോലെ പറഞ്ഞ രണ്ട് ചങ്കുകളെ ഞാൻ പറഞ്ഞു തരാ. ആരാണെന്നറിയോ? ഉഹദ് യുദ്ധം നടക്കുന്നതിന്റെ തലേ ദിവസമുണ്ടല്ലോ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു ആ സ്വഹാബി തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുകയാ. നേരെ തന്റെ കൂട്ടുകാരനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ ചങ്ങാതിയുടെ വീട്ടിലേക്ക് രാത്രിയിൽ കടന്നു ചെല്ലുകയാണ്. ഇറങ്ങി വാടാ സഅദ്, ഇറങ്ങി വാടാ സഅദ്. ഗാനമേള കേൾക്കാനല്ല, പൂരപ്പറമ്പിൽ പോകാനല്ല, കാമുകിയുടെ വീട്ടിൽ കാവല് വരാനല്ല. പടച്ചവനെ, സഅദ് ഇബ്നു അബീ വഖാസ് എന്ന് പറയുന്ന തന്റെ കൂട്ടുകാരനെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കുകയാ. ഒന്നുപെടുക്കടാ സഅദ്, ഒന്നുപെടുക്കടാ സഅദ്. സഅദ് റളിയല്ലാഹു തആല അൻഹു ഒന്നുപെടുക്കുകയാണ്. എന്നിട്ട് രണ്ട് ഫ്രണ്ട്സുകളും കൂടെ ആരാരുമില്ലാത്ത ഒരു ഭാഗത്തേക്ക് കടന്നു ചെന്നു. മുസല്ല വിരിക്കുകയാണ്. 2 റക്അത്ത് നമസ്കരിക്കുകയാണ്. നമസ്കാരം കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ പറഞ്ഞു, സഅദ് നാളെ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. ഇനി പരസ്പരം കാണുമോ എന്നറിയില്ല, ഇനി പരസ്പരം കാണാൻ പറ്റുമോ എന്നറിയില്ല. നമ്മുടെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാ. അതുകൊണ്ട് പടച്ചവനെ, നിനക്കെന്താണോ വേണ്ടത് നീ അല്ലാഹുവിനോട് ദുആ ചെയ്യൂ. കൂട്ടുകാരനായ ഞാൻ ആമീൻ പറയാ. എനിക്ക് വേണ്ടത് ഞാൻ ദുആ ചെയ്യാ. ആത്മാർത്ഥമായിട്ട് നീ ആമീൻ പറയണേ. രണ്ടുപേരും കൂടെ തീരുമാനിച്ചു സഅദ് ഇബ്നു അബീ വഖാസിനോട് പറഞ്ഞു ദുആ ചെയ്യാൻ. സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നു, റബ്ബേ നാളെ നേരം വെളുത്ത് കഴിഞ്ഞ ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോവുകയാണ്. എന്റെ ആഗ്രഹം എന്തെന്നറിയോ? അല്ലാഹുവേ, എന്നെക്കാളും ആരോഗ്യമുള്ള ഒരു യോദ്ധാവിനെ എനിക്ക് എതിരാളിയായി തരണേ അല്ലാ. ഒരു യോദ്ധാവിനെ വേണം, ഒരു നേതാവിനെ വേണം എനിക്ക് എതിരാളിയായി തരേണ്ടത്. എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്, എനിക്കവനെ പരാജയപ്പെടുത്തണം തമ്പുരാന്. ഉഹദിന്റെ രണാങ്കണത്തിൽ നിന്ന് ജീവനോടെ എന്നെ നീ മടക്കണേ അല്ലാ. സഅദ് ഇബ്നു അബീ വഖാസ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് എന്ന് പറയുന്ന കൂട്ടുകാരൻ ആമീൻ പറയുകയാ. ദുആ ചെയ്തു കഴിഞ്ഞപ്പോ ഇനി നീ ദുആ ചെയ്യടാ. പടച്ചവനെ, അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് റളിയല്ലാഹു തആല അൻഹു പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് അല്ലാഹുവോട് പറഞ്ഞു, അല്ലാ, നാളെ രണാങ്കണത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്നെക്കാളും ആരോഗ്യമുള്ള, എന്നെക്കാളും യോദ്ധാവായ, കരുണയില്ലാത്ത ഒരു എതിരാളി എനിക്ക് തരണേ അല്ലാ. അവന് കരുണയില്ലാത്തവനാകണം തമ്പുരാന്. അവൻ എന്റെ 2 കൈയും വെട്ടി മുറിക്കണേ പടച്ചവന്, എന്റെ കാല് മുറിക്കണേ പടച്ചവന്, എന്റെ ചെവി മുറിക്കണേ പടച്ചവന്, എന്റെ മൂക്ക് മുറിച്ചു മാറ്റണേ തമ്പുരാന്, എന്റെ ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി വെട്ടി മുറുക്കണേ പടച്ചവന്. എന്നെ ജീവനോടെ മടക്കല്ലേ അല്ലാ.
എന്റെ ചെവി മുറിച്ചെടുത്തിട്ട് അവനാരണാങ്കണത്തിൽ കെട്ടി തൂക്കണേ അല്ലാ. അബ്ദുല്ലാഹ് ഇബ്നു ജഹ്ശ് തങ്ങൾ ദുആ ചെയ്യുകയാണ്. രണ്ടുപേരും അവിടെ നിന്ന് സലാം പറഞ്ഞു പിരിയുകയാണ്. അവസാനം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഉഹദിന്റെ രണാങ്കണത്തിൽ യുദ്ധം കഴിഞ്ഞു. സഅദ് ബിൻ അബീ വഖാസ് പറയുന്നു, അൽഹംദുലില്ലാഹ്, എന്റെ ദുആ സ്വീകരിച്ചല്ലോ. അവിടെന്ന് ചോദിച്ചതുപോലെ ഒരു യോദ്ധാവിനെയാണ് സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ അവിടെന്ന് പരാജയപ്പെടുത്തിയത്. തനിക്ക് ജീവനോടെ തിരിച്ചു പോകാനുള്ള അവസരമുണ്ടായി. എന്റെ ദുആ സ്വീകരിച്ചല്ലോ. ഇനി അറിയേണ്ടത് ചങ്കിനെ കുറിച്ചാണ്, തന്റെ കൂട്ടുകാരന്റെ ദുആയെ കുറിച്ചാണ്. സഅദ് ബിൻ അബീ വഖാസ് റളിയല്ലാഹു തആല അൻഹു അധാരണാങ്കണത്തിലൂടെ ഓടിച്ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുകയാ. രണ്ട് കയ്യും കാണാനില്ല, രണ്ട് കാലും കാണാനില്ല. സഅദ് ബിൻ അബീ വഖാസ് തങ്ങൾ നോക്കുമ്പോ മൂക്ക് മുറിച്ചെടുത്തിട്ടുണ്ട്, ശരീരം മുഴുവനും വെട്ടി നുറുക്കിയിരിക്കുകയാണ്. തന്റെ ചെവിയാണെങ്കിൽ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. റബ്ബേ, എടാ സഅദ്, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചെല്ലുമ്പോ എനിക്ക് അല്ലാഹുവോട് പറയാം, എന്റെ കൈ കൊടുത്തെന്ന്, എന്റെ കാല് കൊടുത്തെന്ന്, എന്റെ ചെവി കൊടുത്തെന്ന്, എന്റെ മൂക്ക് കൊടുത്തെന്ന്, എന്റെ ജീവിതം കൊടുത്തെന്ന് എനിക്ക് അല്ലാഹുവോട് പറയാമല്ലോ. നീയാണടാ സാക്ഷി. സഅദേ പറയണേ സഅദേ, അല്ലാഹുവിനോട് എന്നെ കുറിച്ച് നല്ലത് പറയണേ സഅദേ. ഞാൻ ഇത് ചെയ്തത് സത്യമാണെന്ന് നീ അല്ലാഹുവോട് പറയണേ. എന്റെ പ്രിയപ്പെട്ടവരെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ഇതാണ്. സഅദ് ബിൻ അബീ വഖാസിനോട് പറയുകയാണ്, നീ അല്ലാഹുവോട് പറയണം, ഞാൻ നല്ലവനാണെന്ന്. എനിക്ക് നീ സ്വർഗം വാങ്ങിത്തരണേ, എനിക്ക് വേണ്ടി സാക്ഷി പറയണേ. സഅദ് ബിൻ അബീ വഖാസ് തങ്ങളോട് പറഞ്ഞെന്ന് ചരിത്രം പറയുമ്പോ ഇത് തന്നെയാ അല്ലാഹും പറഞ്ഞത്, വകദാലിക ജഅൽനാകും ഉമ്മതൻ വസതൻ ലിതകൂനൂ ശുഹദാ അലന്നാസ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അതുകൊണ്ട് വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന എല്ലാവരോടും പറയുകയാണ്, ഒരു നല്ല കൂട്ടുകാരനാണ് വേണ്ടത്, ഒരു നല്ല കൂട്ടുകാരിയാണ് വേണ്ടത്. അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു തരുന്ന, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തുന്ന, നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നീ നല്ലവളാണെന്ന് സാക്ഷി പറയുന്ന, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നീ നല്ലവനാണെന്ന് സാക്ഷി പറയുന്ന ഒരു നല്ല കൂട്ടുകാരൻ നമുക്ക് വേണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. എടോ, കൂട്ടുകാരൻ, ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട, നല്ല കാര്യം തന്നെ. ചങ്ങാതി നന്നാകണം. എടോ, നമ്മളെ വീടി വലിക്കാൻ പഠിപ്പിച്ചാരാ? നിങ്ങൾ ആരും ഉമ്മാടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കട്ടൻ വീടിയും വലിച്ചുകൊണ്ട് വന്ന ആളല്ലോ. പഠിപ്പിച്ചാരാ? ചങ്ങാതി പറഞ്ഞു, ഒന്ന് വലിച്ചു നോക്കടാ. ഇന്ന് കഞ്ചാവ് വരെ എത്തിച്ചില്ലേ അവൻ. ഇവിടെ കഞ്ചാവ് അടിക്കുന്ന അവസ്ഥയിലേക്ക്, കള്ളു കുടിക്കുന്ന അവസ്ഥയിലേക്ക്, സിനിമയ്ക്ക് പോകാൻ, കള്ളത്തരങ്ങൾ കാണിക്കാൻ പഠിപ്പിച്ചാരാ? കൂട്ടുകാരൻ അല്ലേ? പെണ്ണെ, നീ ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് അള്ളാനെ പേടിച്ച് നടന്നവളാ. ആമിന പറഞ്ഞു, ഞാനും കാമുകനും കൂടെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, നീ കാവലിൽ നിന്നാ മതിയെന്ന്. നിന്നെ കാവലിന് വിളിച്ചോണ്ട് പോയതാ. ഇപ്പൊ 3 സിമ്മില്ലേ നിനക്ക്? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. കൂട്ടുകാരാണോ നമ്മളെ പിഴപ്പിച്ചത്? നമ്മുടെ ചങ്ങാതിമാരാ നമ്മളെ പിഴപ്പിച്ചത്? എന്റെ പ്രിയപ്പെട്ടവരെ, നന്മ പറഞ്ഞു തരുന്ന ചങ്ങാതി വേണം, നല്ലത് ഓർമ്മപ്പെടുത്തുന്ന കൂട്ടുകാരൻ വേണം. കൂട്ടുകാരെ തെരഞ്ഞെടുക്കണം, ഒറ്റയ്ക്ക് നടക്കലല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഫ്രണ്ട്ഷിപ്പിന് വല്ലാത്ത മഹത്വമുണ്ടോ? ഫ്രണ്ട്ഷിപ്പിന് നല്ലാത്ത മഹത്വമുണ്ട്. അല്ലാഹുവേ, ഫ്രണ്ട്ഷിപ്പിന്റെ മഹത്വം എന്തെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന സമയമുണ്ടല്ലോ, അതാ പടച്ചവനെ ഒരു സിംഹാസനം കൊണ്ടുവരികയാ, ഒരു സിംഹാസനം കൊണ്ടുവരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ സിംഹാസനത്തിന്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ നബി തങ്ങൾ ചോദിക്കുന്നു, സഹാബാ,
ഈ സിംഹാസനം ആർക്കുള്ളതാണെന്നറിയോ? ഒരു സിംഹാസനത്തിന്റെ മഹത്വം നബി തങ്ങൾ പറഞ്ഞിട്ട് ചോദിക്കുകയാണ്, ആ രാജസിംഹാസനം ആർക്കുള്ളതാണെന്നറിയോ? പ്രവാചകന്മാർക്കുള്ളതാണോ നബിയേ? അള്ളാന്റെ റസൂല് പറഞ്ഞു അല്ല. സുഹദാക്കൾക്കുള്ളതാണോ നബിയേ? നബി തങ്ങൾ പറഞ്ഞു അല്ല. അല്ലാഹുവേ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആ പ്രവാചകന്മാര് കൊതിക്കും ആ സിംഹാസനമെന്ന് കിട്ടാൻ. പടച്ചവനെ, ബദറിലും ഉഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും യർമൂക്കിലും അല്ലാഹുവിന്റെ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി പോരാടി വീരമൃത്യം വരിച്ച സുഹദാക്കൾ കൊതിക്കുകയാണ് അവിടെയും നിരിക്കാൻ. അള്ളാന്റെ റസൂല് പറയുന്ന പ്രവാചകന്മാര് പോലും കൊതിക്കുന്ന, സുഹദാക്കൾ പോലും കൊതിക്കുന്ന ആ സിംഹാസനത്തിന്റെ അവകാശി ആരെന്നറിയോ? ചെറുപ്പക്കാരാ, ഖൗമുൻ തുആബു ബിറൂഹില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ച 2 ചങ്ങാതിമാർക്ക് കിട്ടുന്നതാ പെങ്ങള്. ഇസ്രാഫദാ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ പള്ളിപ്പറമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. പട്ടികയുടെ കോലത്തിൽ, പന്നികയുടെ കോലത്തിൽ, കഴുതയുടെ രൂപത്തിൽ, പേപ്പട്ടിയെ പോലെ വരുന്നവർ, നടന്നു വരുന്നവർ, ഇടഞ്ഞു വരുന്നവർ, മുഖത്ത് മാംസമില്ലാത്തവർ, ഉഹദ് മലയോളം വലിപ്പമുള്ള വയറ് ഭരിച്ചു കൊണ്ടുവരുന്നവർ, ഉടുതുണിയില്ലാതെ ഞാനും നിങ്ങളും എഴുന്നേറ്റ് പോകുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാ, ചെമ്പിന്റെ തറയിലാ ചെറുപ്പക്കാരാ, ചെമ്പിന്റെ തറയിലാണ് അല്ലാഹു നാളെ നമ്മളെ നഗ്നരായി നിർത്തുന്നത്. മോനെ, ചൂടെടുക്കുന്നില്ലേ? ഫാരിന്റെ പ്രിയപ്പെട്ട പെങ്ങള് ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളി ഒഴുകുമ്പോ പ്രയാസപ്പെടുന്ന ഉമ്മ, നിന്റെ തലയുടെ 15 ലക്ഷം കിലോമീറ്റർ മുകളിലാണ് സൂര്യൻ നിൽക്കുന്നത്. അത് അസ്തമിച്ചിട്ടും മണിക്കൂറുകളായിട്ടും നിന്റെ ശരീരം വിയർക്കുകയാ. ഈ 10 മണിയായിട്ടും നിന്റെ ശരീരത്ത് ചൂടെടുക്കുന്നില്ലേ? സഹിക്കാൻ പറ്റുന്നില്ലേ? എങ്കിൽ ഇതൊക്കെ ചൂടാണോ ചെറുപ്പക്കാരാ? വാപ്പാ, ഇതൊക്കെ ഒരു ചൂടാണോ? പെങ്ങളെ, ഇതൊക്കെ ഒരു വിയർപ്പാണോ? മോളെ, ചൂടുള്ള നാളുണ്ട്, കിയാമന്നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. നമ്മുടെ ഉമ്മമാരടുക്കളയിൽ ചോറ് വെക്കാറുണ്ടല്ലോ. ആ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ചിട്ട് കലത്തിന്റെ മുകളിലൂടെ പുറത്തേക്ക് വരുന്നത് കാണാറുണ്ടല്ലോ. പെങ്ങളെ, നിന്റെയൊക്കെ തലച്ചോട്ടി, ഈ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറുണ്ടല്ലോ, അത് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസറ. ഒരു ചാണ് മുകളിലാണ്, നമ്മുടെ തലയുടെ ഒരു ചാണ് മുകളിലാണ് ഈ 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന ഈ സൂര്യനെ അല്ലാഹു അങ്ങ് താഴ്ത്തുകയാണ്. അന്ന് അല്ലാഹുവേ, പടച്ച റബ്ബിന്റെ സിംഹാസനത്തിന്റെ താഴെ ഒരു സ്റ്റേജ് കാണാ, മനോഹരമായ ഒരു സ്റ്റേജ് കാണാ. അതല്ലാതെ വേറെ ഒരു തണലില്ല, അവിടെ അല്ലാതെ വേറൊരു തണലില്ല. 7 വിഭാഗം വിഐപികൾക്കാണ് അന്ന് ആ കാണുന്ന സ്റ്റേജിൽ സ്ഥാനമുള്ളത്. ആ 7 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയോ? ചെറുപ്പക്കാരാ, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച 2 കൂട്ടുകാർക്ക് അല്ലാഹു അർശിന്റെ താഴെ സ്ഥാനം കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിൻ്റെ അർശിൻ്റെ താഴെ ഒരു സിംഹാസനമുണ്ട്. ആ സിംഹാസനത്തിൽ ഇരിപ്പിടമുള്ളത് അള്ളാഹിനു വേണ്ടി സ്നേഹിച്ച 2 കൂട്ടുകാർ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പണത്തിന് വേണ്ടിയല്ല, അധികാരത്തിന് വേണ്ടിയല്ല, നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, അള്ളാഹിനു വേണ്ടിയാകണം. കാണുമ്പോൾ ചോദിക്കണം, പള്ളി കണ്ടില്ലല്ലോ, നിസ്കരിച്ചില്ലല്ലോ, ഇന്ന് ഖുർആൻ ഓതിയോ, ദിക്റുകൾ ചെയ്തോ, ചോദിക്കുന്ന കൂട്ടുകാർ. അങ്ങനെയുള്ള ഫ്രണ്ട്സുകളാണ് നമുക്ക് വേണ്ടതുണ്ടോ? എന്തപ്പാ എല്ലാം ഇടിച്ചു പൊളിക്കുവാനോടാ നീയാ ദൂറ്റി അവിടെ ആ താത്താമാരുടെ തലയിലങ്ങ് വീഴല്ലേപ്പാ, നോക്കിയിരിക്കുക, ഷഹീദായി പോകും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഇവിടെ നല്ല കൂട്ടുകാർ വേണം. കൂട്ടുകാരുണ്ടോ? എല്ലാവർക്കും കൂട്ടുകാർ. ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്ക് ഇപ്പൊ കൂടി. ആണിന് പെണ്ണ്, പെണ്ണിനാണ്. അങ്ങനായി. പണ്ട് ആണും പെണ്ണും, ഇപ്പൊ പെണ്ണും നേരെ തിരിച്ചായി. ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട്. ആണിനും പെണ്ണിനും എല്ലാവർക്കും കൂട്ടുകാർ കൂടി. ഇന്ന് നോക്കിക്കുക, മൊത്തം ഗ്രൂപ്പാ. ഹജ്ജിന് പോയിട്ട് വന്ന, ഉംറയ്ക്ക് പോയിട്ട് വന്ന, സിയാറത്തിന് പോയിട്ട് വന്ന, മഹല്ല് ഗ്രൂപ്പ്, കുടുംബ ഗ്രൂപ്പ്, മൊത്തം ഗ്രൂപ്പാ. എവിടെ നോക്കിയാലും ഗ്രൂപ്പുകൾ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇപ്പൊ പ്രായമുള്ളവരും ഗ്രൂപ്പായി. പ്രായമുള്ള വാപ്പയും ഉമ്മ ഇപ്പൊ ഫേസ്ബുക്കിൽ ലൈക്ക് അടിക്കുന്നു, ഷെയർ ചെയ്യുന്നു, കമന്റ് ഇടുന്നു. ആർക്ക്? ഈ മുടിയൊക്കെ നരച്ചുപോയ CC അടഞ്ഞു തീരാനിരിക്കുന്ന വാപ്പ ഇപ്പം ഫേസ്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ കമന്റ് അടിക്കുക. ആരെ? അവർക്കും ഗ്രൂപ്പ് ഉണ്ടോ? 1998 10ാം ക്ലാസ്സിൽ പഠിച്ച ബാച്ച് ഇപ്പൊ അവർക്കും ഗ്രൂപ്പാ. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ 10ാം ക്ലാസ്സിൽ പഠിച്ചവർക്ക് അന്നൊന്നുമില്ല. ഇപ്പൊ വാപ്പ പറയും 50 വയസ്സുണ്ട്, അല്ലെങ്കിൽ 45 വയസ്സുണ്ട്. ആമിന, നീ ആ പാവാടയൊക്കെ ഉടുത്തിട്ട് വരുന്ന രംഗമൊന്ന് കാണണം ആമിന. ഓ, ഞാൻ ഇങ്ങനെ നോക്കിയിരുന്ന് വെള്ളം ഇറക്കിയിട്ടുണ്ടടി. എപ്പോഴാ പറയണേ? ഇപ്പൊ വയസ്സാം കാലത്ത്. ഒളിച്ചോട്ടവും തുടങ്ങിയിട്ടുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. ആമീൻ പറയടോ. ഒളിച്ചോടാനും തുടങ്ങിയിട്ടുണ്ട്. ആര്? ഉപ്പാപ്പന്മാര്. ഇപ്പൊ അവരാണല്ലോ, അതല്ലേ ഇപ്പൊ ട്രെൻഡ്. സ്കൂളിലെ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആഘോഷിക്കാൻ വിളിച്ചു. വിടാത്തതിൻ്റെ പേര് ഭർത്താവിന് വിഷം കൊടുത്ത ഭാര്യയുണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. കൂട്ടുകാരെല്ലാവരും 10ാം ക്ലാസ്സിൽ പഠിച്ച കൂട്ടുകാരെല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുന്ന സ്കൂളിൽ നടക്കും. അവർക്ക് അവിടെ ഒരു ഫംഗ്ഷൻ വെച്ചു. ഭർത്താവ് പറഞ്ഞു പോണ്ടാന്ന്, വിഷം കലക്കി കൊടുത്തു കളഞ്ഞു. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹിക്കടോ പരസ്പരം, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല കൂട്ടുകാരാകണം. തെറ്റ് തിരുത്തണം. അതാരായാലും തെറ്റ് കണ്ട തെറ്റാണെന്ന് പറ. നന്മ ഉപദേശിക്കുക. അങ്ങനെയുള്ള നല്ല ചങ്ങാതിമാര്, അങ്ങനെ നല്ല ഒരു കൂട്ടുകാരൻ ഉണ്ടെങ്കിൽ അവൻ അള്ളാഹിനോട് പറയും, ഇവൻ എൻ്റെ ചങ്ക അവിടച്ചവന്, ഇവൻ നല്ലവനാണല്ല. ഞാൻ സാക്ഷി പറയുന്നു. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അപ്പോൾ ഒരു നല്ല കൂട്ടുകാരനെ നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയണം. നമ്മളെ കുറിച്ച് അള്ളാഹുവിനോട് പറയുന്ന, നമ്മൾ നല്ലവനാണെന്ന് പറയുന്ന ഒരു നല്ല കൂട്ടുകാരനെ വേണം നമുക്ക് തിരഞ്ഞെടുക്കാൻ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. നിങ്ങൾ നാളെ ഞാൻ മരിച്ച അള്ളാഹുടെ മുമ്പിൽ പോകുമ്പോൾ പറയോ സിറാജ് നല്ലവനാണെന്ന് പറയോ? പറയണം. പറയണമെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടാകണം. നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടെങ്കിലല്ലേ നിങ്ങൾ എന്നെക്കുറിച്ച് നല്ലത് പറയൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. നമുക്ക് ഫ്രണ്ട്സുകളായാലോ, കൂട്ടുകാരായിക്കൂടെ? എൻ്റെ കൂടെ കൂടാൻ താല്പര്യമുണ്ടോ? ഞാനുമായിട്ട് കൂട്ടുകൂടാൻ താല്പര്യമുള്ളവരൊക്കെ കൈവക്കിക്കേ. അതെന്താ അരക്കയ്യന്മാരുണ്ടോപ്പാ? നിങ്ങളെങ്ങനെ താത്താമാരെ? നമുക്ക് എന്നെ നാളെ അള്ളാഹുടെ മുമ്പിൽ അൽഹംദുലില്ലാ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും പോണ്ടേ? ഒരു പാല വിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം നമ്മൾ ഫ്രണ്ട്സുകളാകണമെങ്കിൽ അൽഹംദുലില്ലാ നമ്മൾ തമ്മിലൊരു ബന്ധം ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണോ? ആന്ന് പല്ലുവേദനയാണെന്ന്. ഞാൻ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയണത് ആന്നാ. നിങ്ങൾ എന്താ അർത്ഥം? എന്താ പറഞ്ഞ? വയത് കേക്കലേ ഉള്ളെന്നൊന്നും ഇല്ലാന്ന് ജീവിതത്തിൽ. ചുമ്മാതല്ല, വയത് കേക്കല് മാത്രമേ ഉള്ളൂ. എടാ, അങ്ങനല്ല മറുപടി പറയേണ്ടത്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുക. അപ്പോൾ ഒരു സഹാബി പള്ളി കയറി വന്നു. അപ്പോൾ അള്ളാന്റെ റസൂല് തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി സുഖമാണോ? അൽഹംദുലില്ലാ റാഹത്താ നബി, അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ സുഖമാ നബി. ഈ ഒരു മറുപടി കേട്ടപ്പോ നബിതങ്ങൾക്ക് സന്തോഷമായി. നബിതങ്ങൾ ദുആ ചെയ്തു, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ. ഒറ്റ ദുആ. രണ്ടാമതൊരുത്തം പുറകെ കയറി വന്നു. രണ്ടാമതൊരാൾ കയറി വന്നപ്പോൾ അദ്ദേഹത്തോട് നബിതങ്ങൾ ചോദിച്ചു, ഹബീബ സുഖമാണോ? മറുപടി ഇതുപോലൊരു മറുപടി, സുഖമാണ് നബിയെ, ഖൈറാണ് നബിയെ, റാഹത്താണ് നബിയെ.
നബി തങ്ങൾ ചിരിച്ചു, ദുആ ചെയ്തില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, അതെന്തേ നബിയെ എനിക്ക് ദുആ ഇല്ലേ? ആദ്യം വന്ന ആളോട് ചോദിച്ച അതേ ചോദ്യം തന്നെ എന്നോട് ചോദിച്ചത്, അദ്ദേഹത്തിന് ബർക്കത്ത് എനിക്കില്ലേന്ന്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി. ഉറക്കെ പറ നബിയിന റസൂലുള്ളാഹി. ഇനി പറ, സുഖമാണോ? എങ്ങനെ തമ്മാരെ സുഖമാണോ? അപ്പൊ നിങ്ങൾ നേരത്തെ പറയാഞ്ഞ എന്താ? അത് ഞങ്ങൾക്ക് മാത്രം ഉള്ളതാണെന്ന് കരുതിയില്ലേ? ഇതാ ഞാൻ പറഞ്ഞ വയല് കേൾക്കാറുണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സുഖമാണോ എന്ന് ചോദിച്ചാൽ അൽഹംദുലില്ലാ റാഹത്താണ്, സുഖമാണ്, ഇങ്ങനെ പറയണ്ടേന്നറിയാം, പക്ഷെ പറയൂല. എന്നാ ഇപ്പൊ ഒരു അറിവ് പഠിച്ചില്ലേ? പഠിച്ചോ? സുഖമാണോ? സുഖമാണോ? കച്ചവടമൊക്കെ ഉണ്ടോ? ആരോഗ്യമൊക്കെ ഉണ്ടോ? ആരോഗ്യമൊക്കെ ഉണ്ടോ? താത്താമാരെ ഭർത്താക്കന്മാരൊക്കെ എങ്ങനെയുണ്ട്? അൽഹംദുലില്ലാ. പൈസ ഒക്കെ ഉണ്ടോ എല്ലാത്തിൻ്റെ കയ്യിലും? സ്വർണ്ണമൊക്കെ ഉണ്ടോ? ചോദിക്കുമ്പോൾ ഊരി തരണം, ഇനി ഇല്ലാന്ന് പറയരുത്. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പൊ അൽഹംദുലില്ലാ നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? നമ്മൾ തമ്മിലുള്ള ബന്ധം എന്താ? ഒരു അൽഹംദുലില്ലയുടെ ബന്ധമുണ്ട്. ഇത് മതി, അവിടെ വെച്ച് കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ സുഖമല്ലേ? ഇനി ആരെന്ത് ചോദിച്ചാലും എന്ത് പറയണം? കടയിൽ കച്ചവടം ഉണ്ടോടാ? ഒരാൾ ചോദിക്കുക, നിന്നോട് ചോദിക്കുക, കടയിൽ കച്ചവടം ഉണ്ടോ? പിന്നെ ആളിയ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക്, ഓ പടച്ചവനെ നല്ല കാശ, മാസം എന്താ വരുമാനം. അപ്പം ഈ കേൾക്കുന്നവൻ വിചാരിക്കും, ഇവനെ കൊറോണ ഒന്നും പിടിച്ചില്ലേ പടച്ചവൻ. എടാ, ഓരോ മനുഷ്യന്മാർ കച്ചവടം ഇല്ലാതെ തെക്കും വടക്കും നടക്കുമ്പോൾ ഇവനു മാത്രം ഇത്ര. പിന്നെ മുട്ട കുഴിച്ചിട്ടു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നീ നിന്റെ നാവ് സൂക്ഷിക്കണം. നീ എന്തിനാ മൈക്കെട്ടി വിളിച്ചു പറയുന്നേ? ആമിനാത്ത ഇന്ന് വഴുത് കഴിഞ്ഞ് പോകുമ്പോൾ ആയിഷ കണ്ടു, കൂടെ പഠിച്ചവളാ. എങ്ങനെയുണ്ട് ആമിന വിശേഷമൊക്കെ? ഓ ഒന്നുമില്ലടി, ആകെ പ്രശ്നമാടി, തട്ടിയും മുട്ടി ഇങ്ങനെ പോകുന്നു, പ്രയാസം, ബുദ്ധിമുട്ട്. അപ്പം ഇങ്ങനെ ആയിഷ മനസ്സിൽ വിചാരിക്കും, ഇവൾ എത്തിങ്ങാനേലായല്ലോ എന്ന്. ഏറ്റവും നല്ലത് എന്ത് പറയല? അൽഹംദുലില്ലാ പറഞ്ഞാൽ മതി. ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, നമ്മളെക്കുറിച്ച് ആരാ നല്ലത് പറയേണ്ടത്? നാട്ടുകാരാണോ? നാട്ടുകാരാണോ? പിന്നാരാ? കൂട്ടുകാരൻ പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2, താത്താമാര് ചോറൊക്കെ വെടിക്കുന്നുണ്ട്, താഴെ വീണ് പോകരുത് കേട്ടോ. രണ്ടാമത് പറയേണ്ടതാരാ? ഞാൻ വിശദീകരിക്കുന്നില്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹുവിനെ മനസ്സിലായി തന്റെ മരണമടുത്തെന്ന് മനസ്സിലായപ്പോ കുളിച്ച് റെഡിയാവുകയാണ്. അതാ റൂമിനകത്ത് പോയി ഒരുങ്ങിക്കിടക്കുകയാണ്. തന്റെ മരണമടുത്തെന്ന് മനസ്സിലാകുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഫാത്തിമാനെ വിളിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഫാത്തിമ, തന്റെ പ്രിയതമയായ ഫാത്തിമാനെ അടുത്ത് വിളിക്കുകയാണ്. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, ഫാത്തിമ പോകാ സമയമായി, ഫാത്തിമ എന്റെ മരണമടുത്തിരിക്കുകയാണ്. പൊരുത്തം ചോദിക്കുകയാണ്, യാത്ര പറയുകയാണ്, വസിയ്യത്തുകൾ ചെയ്യുകയാണ്. ഭാര്യയും ഭർത്താവും കൂടെ അവസാന സമയം ഇങ്ങനെ പരസ്പരം മനസ്സുകൾ പങ്കുവെക്കുകയാ. അങ്ങനെ രണ്ടുപേരും ഒരുപാട് നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, ഫാത്തിമ ഇനി എന്തെങ്കിലും നിനക്ക് പറയാനുണ്ടോ? ഫാത്തിമ കരയുകയാണ്. ഭർത്താവിന്റെ മരണസമയമാണല്ലോ. അവിടെ നിന്ന് കരയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് പറഞ്ഞു, എങ്കിൽ റൂമിന്റെ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്ക്, റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്ക്. ഫാത്തിമ കരയുകയാണ്. എന്തിനാ എന്നെ റൂമിന്റെ പുറത്തിറക്കുന്നത്? ഈ സമയത്ത് ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കേണ്ട സമയമാണ്, നിങ്ങളുടെ മരണത്തിന്റെ അവസാന സമയമാണ്. എന്തിനാ എന്നെ പുറത്തിറക്കുന്നത്? ഫാത്തിമ ഇന്നി അറാ ഖലഖൂ ലൈസൂ ബിഉനാസിൻ വലാ
ഫാത്തിമ, മനുഷ്യനും ജിന്നുകളുമല്ലാത്ത ഒരു വിഭാഗം വരുന്നു ഫാത്തിമ. എന്നെ കാണാൻ അതിഥി വരികയാണ്, എന്നെ കാണാൻ അതിഥികൾ വരികയാണ്. അതുകൊണ്ട് നീ വെളിയിൽ ഇറങ്ങിയിട്ട് വാതിലടയ്ക്കൂ. പടച്ചവനെ, ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ മനസ്സില്ല മനസ്സോടെ ഭർത്താവ് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് റൂമിന്റെ പുറത്തിറങ്ങിയിട്ട് വാതിലടയ്ക്കുകയാണ്. ഭർത്താവ് റൂമിനകത്ത്, ഫാത്തിമ റൂമിന്റെ വെളിയിലിറങ്ങി. പടച്ചവനെ, വല്ലാത്ത സങ്കടമായി, വല്ലാത്ത ടെൻഷനായി. പടച്ചവനെ, തന്റെ ഭർത്താവിനെ കാണാൻ ആരാ വരുന്നത്? തന്റെ ഭർത്താവിനെ കാണാൻ വരുന്നത് ആരാണ്? ഫാത്തിമ എന്ന് പറയുന്ന ഭാര്യ ഒളിഞ്ഞു നോക്കുകയാണ്. ആ അടച്ചിട്ടിരിക്കുന്ന വാതിലിന്റെ പഴുതിലൂടെ ഫാത്തിമ ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് പറയുന്നത് എന്തെന്നറിയോ? അസ്സലാമു അലൈക യാ അസ്റായീൽ. അസ്റായിലിനോട് സലാം പറയുകയാ. ഫാത്തിമ ഒളിഞ്ഞു നോക്കുമ്പോ തന്റെ ഭർത്താവ് അസ്റായിലിനോട് സലാം പറയുകയാണ്. ഫാത്തിമയുടെ കണ്ണ് തള്ളുകയാണ്. അസ്റായിലിനോട് സലാം പറയുന്നു. വാസ്റായില്, വാസ്റായില്. അവിടെന്ന് സലാം പറയുകയാ. തന്റെ ഭർത്താവ് മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്താണ് ചെയ്യുന്നതെന്ന് ഒളിഞ്ഞു നോക്കുമ്പോ അള്ളാന്റെ ഖുർആൻ ഓതുകയാ. പെങ്ങളെ, സീരിയലിന്റെ കഥയല്ല പറയുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കാൻ കടന്നു വരുന്ന സമയത്ത് അവിടുന്ന് സലാം പറഞ്ഞിട്ട് രണ്ടാമത് ഖുർആൻ ഓതുകയാ. ഫാത്തിമ പറയുകയാണ്, ഏത് ആയത്താ ഓതിയതെന്നറിയോ? ഏത് ആയത്താ ഓതിയതെന്നറിയോ? തിൽഖദ്ദാറുൽ ആഖിറതു നജഅലുഹാ للذين لا يريدون علوا في الأرض ولا فسادا والعاقبة للمتقين. സാധാരണ ആയത്തല്ല. അല്ലാഹുവേ, തിൽഖദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽമുത്തഖീൻ. അതാ മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഒളിഞ്ഞു നോക്കുന്ന ഭാര്യയോട് വിളിച്ചു പറയുകയാ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണമുള്ളത്. ഫാത്തിമ നോക്കുമ്പോ മുഖത്തേക്ക് തുണിയെടുത്തിട്ടിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സഹാദത്ത് കലിമ പറയുകയാ. അനക്കമില്ല പെങ്ങള്, ഭർത്താവിന്റെ റൂമിനകത്ത് അനക്കമില്ല. ഫാത്തിമ വാതിൽ തുറന്നു ഓടി ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചിരിക്കുന്ന മുഖത്തോടെ കിടക്കുകയാണ്. ലോകത്തോട് വിട പറഞ്ഞിരിക്കുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ നാട് മുഴുവനും പടരുകയാണ്. എല്ലാവരും കടന്നു വരികയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചു. അവിടുന്ന് കഫം പൊതിഞ്ഞു. അവിടുന്ന് മയ്യത്ത് നിസ്കരിച്ചു. അവസാനം പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി ഖബറടക്കി. അതാ ജനാസ ഖബറടക്കി കഴിഞ്ഞപ്പോ എല്ലാവരും പള്ളിയിൽ ഒരുമിച്ച് കൂടുകയാ. എല്ലാവരും പള്ളിയുടെ മുമ്പിൽ ഒരുമിച്ച് കൂടുകയാ. പരസ്പരം ചർച്ചയായി. എല്ലാരും പറയുന്നത് എന്തെന്നറിയോ? അസ്റായിലിനോട് സലാം പറഞ്ഞു. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തു. ഷഹാദത്ത് കലിമ ഉറക്കെ വിളിച്ചു പറഞ്ഞു. അല്ലാഹുവേ, എന്തൊരു പ്രകാശമാ! വല്ലാത്ത പുഞ്ചിരിയായിരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ജനാസ കുളിപ്പിച്ചവർ പൊതിഞ്ഞ
ചുമന്നവർ കബറടക്കിയവർ എല്ലാവരും പറയുന്നു വല്ലാത്ത സുഗന്ധമാ, വല്ലാത്ത സുഗന്ധമാ. ജനാസ കബറടക്കാമെന്നവർ മുഴുവനും ഒരുമിച്ചത് പള്ളിയുടെ മുമ്പിൽ നിന്ന് പറയുമ്പോ എല്ലാവരും പറഞ്ഞു ഒന്ന് വരാറ്. അങ്ങനെ എല്ലാവരും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ വീട്ടിലേക്ക് തന്നെ രണ്ടാമതും പോവുകയാ. ആ മയ്യത്ത് കൊണ്ടുവന്ന വീട്ടില് എല്ലാവരും തിരിച്ചു പോവുകയാണ്. എന്നിട്ട് ചോദിക്കുന്നു ഫാത്തിമ, സങ്കടത്തിലാണെന്നറിയാം ഫാത്തിമ. ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം, ഭർത്താവ് മരിച്ചതിന്റെ വേദനയിലാണെന്ന് ഞങ്ങൾക്കറിയാം. നിന്നെ സങ്കടപ്പെടുത്താമെന്നതല്ല, നിന്നെ വേദനിപ്പിക്കാമെന്നതല്ല, നീ യുദ്ധയിരിക്കുകയാണെന്ന് ഞങ്ങൾക്കറിയാം ഫാത്തിമ. ഞങ്ങൾ എന്തിനാ വന്നതെന്നറിയോ? ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ, ഒരേ ഒരു കാര്യം അറിയണം ഫാത്തിമ. നിന്റെ ഭർത്താവ് മരിച്ചത് അസ്റായിലിനോട് സലാം പറഞ്ഞട്ടാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലെ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്കാണ് നല്ല മരണം കിട്ടുന്നതെന്ന ആയത്തോതിയല്ലോ. നിന്റെ ഭർത്താവിന് വല്ലാത്ത സുഗന്ധമായിരുന്നു ഫാത്തിമ. കണ്ടവർ കൊതിച്ചുപോയി ഫാത്തിമ. അതുകൊണ്ട് ഞങ്ങൾക്കും വേണം ഫാത്തിമ, മരിക്കുകയാണെങ്കിൽ നിന്റെ ഭർത്താവ് മരിച്ചതുപോലെ മരിക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നിന്റെ ഭർത്താവ് ചെയ്ത നന്മയൊന്ന് പറഞ്ഞു തരുമോ? നിന്റെ ഭർത്താവിന് അല്ലാഹു ഇതുപോലെ ഒരു മരണം കൊടുക്കാറ്. എന്ത് നന്മയാ ഫാത്തിമ, എന്ത് നന്മയാ നിന്റെ ഭർത്താവ് ചെയ്തിരുന്നത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയുകയാ, അവിടെന്ന് പറയുകയാ മകാന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് അക്സറിൽ ലിന്നാസ് സ്വലാത്തൻ വലാ സിയാമാ. എന്റെ ഭർത്താവ് ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്ന മനുഷ്യനായിരുന്നു, നോമ്പ് പിടിക്കുന്ന മനുഷ്യനായിരുന്നു, സദക്ക കൊടുക്കുന്ന മനുഷ്യനായിരുന്നു, നന്മ ചെയ്യുന്ന മനുഷ്യനായിരുന്നു എന്നൊന്നും ഞാൻ പറയൂല. ജനങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യനായിരുന്നു എന്ന് ഞാൻ പറയൂല. പിന്നെ എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ, എന്റെ ഭർത്താവിന് അല്ലാഹു നല്ല ഒരു മരണം കൊടുക്കാൻ ഒരേ ഒരു കാരണമേ ഉള്ളൂ. ലാകിൻ വല്ലാഹി മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. ഒരു ഭാര്യ പറയുകയാ, ലോകത്തിന്റെ അധിപനായ അല്ലാഹുവിനെ കൊണ്ട് തന്നെയാണ് സത്യം, മാ റഅയ്തു അഹദൻ അഖ്വഫ ലില്ലാഹ്. എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹനെ പേടിച്ച് ജീവിച്ച വേറെ ഒരാള്, എന്റെ ഭർത്താവിനെ പോലെ അല്ലാഹുവിനെ പേടിച്ച് ജീവിച്ച മറ്റൊരാള് എന്റെ ജീവിതത്തിൽ വല്ലാഹി ഞാൻ കണ്ടിട്ടില്ല. ഈ ലോകത്ത് അല്ലാഹനെ ഭയന്ന് നടന്ന ഏറ്റവും നല്ല മനുഷ്യൻ എന്റെ ഭർത്താവാ. ഭാര്യ പറയുകയാ, വെറുതെ പറയുകയല്ല. റുബമാ യദ്കുറുല്ലാഹ ഫിൽ ലൈൽ യദ്കുറുല്ലാഹ സുമ്മ യബ്കീ ഹത്താ യുസ്ബിഹ. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിലിരുന്ന് തമാശ പറയുകയാ. രണ്ടുപേരും കിടന്നുറങ്ങുന്നതിന് മുമ്പ് കിടപ്പറയിലിരുന്ന് സംസാരിക്കുമ്പോ ഫാത്തിമ പറഞ്ഞു, ഫാത്തിമ പറയുകയാണ്, അല്ലാഹുവിന്റെ പേര് പറയുകയാണ്, അല്ലാഹുവിന്റെ പേര് പറയുകയാണ്. സുമ്മയബ്കീ, അല്ലാഹുവിന്റെ പേര് പറഞ്ഞു കഴിയുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കരയാൻ തുടങ്ങി. പടച്ചവരെ കരയുകയാണ്, സുബഹി വരെ ഇരുന്ന് കരയുകയാണ്. നരകം പറഞ്ഞപ്പെടല്ല, മരണം പറഞ്ഞപ്പെടല്ല, ഖബർ പറഞ്ഞപ്പെടല്ല, സിറാത്ത് പറഞ്ഞപ്പെടല്ല, മീസാൻ പറഞ്ഞപ്പെടല്ല, അല്ലാഹ് എന്നൊന്ന് പറഞ്ഞപ്പോ
ഉമർ ഇബ്നു അബ്ദുൽ അസീസ് വെളുപ്പാൻ കാലം വരെ ഇരുന്ന് കരയുകയാ. ഇതാടോ ഖുർആനും പറഞ്ഞത്. ആരാണ് സത്യവിശ്വാസി എന്നറിയോ? ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ ഭാര്യ പറയാ, വല്ലാഹി സത്യം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവിനെ പോലെ അള്ളാഹിനെ പേടിയുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? നിന്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്തായിരുന്നു? കാന ഖുലുഖുഹു ഖുർആൻ, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം ഖുർആനായിരുന്നു. അതുകൊണ്ട് ഈ വഅദ് കേൾക്കാൻ വന്നിരിക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ നിങ്ങൾ നല്ലവരാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആള് നാട്ടുകാരല്ല, നിങ്ങളുടെ ഭാര്യമാരാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആര് പറയണം? ഉറക്കെ പറ, ആര് പറയണം? നീ നല്ലവനാണെന്ന് പറയേണ്ട രണ്ടാമത്തെ ആളാരാ? നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറയോ? 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 ഓള് ലോകത്ത് ആര് വേണമെങ്കിലും നല്ലതാണെന്ന് പറയും, നിന്നെക്കുറിച്ച് പറയില്ല. കാരണം നിന്റെ എല്ലാ സ്വഭാവവും നിന്റെ ഭാര്യയ്ക്കറിയാം. എടോ, നീ സ്വർഗത്തിൽ ചില ഭർത്താക്കന്മാര് വയലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോകുമ്പോൾ പെണ്ണുമ്പോഴോട് ചോദിക്കും, കേട്ടോടി ഉസ്താദ് പറഞ്ഞത്? ഉസ്താദ് പറഞ്ഞ കേട്ടോ, ഭർത്താവിൻ്റെ പൊരുത്തം ഉണ്ടെങ്കിലേ ഭാര്യയ്ക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റൂ. എടീ, നിനക്ക് എന്നോടുള്ള കടമ, എൻ്റെ മൂക്കിൽ നിന്ന് ചീഞ്ചല ഒഴുകി വന്ന നീ അത് തുടച്ചെടുക്കണം. ഭാര്യയോട് ഭർത്താവ് പറയുക, അള്ളാഹു ആരുടെയെങ്കിലും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നെങ്കിൽ ഭർത്താവിൻ്റെ മുമ്പിൽ ചെയ്യാൻ പറയുമായിരുന്നു. അത്രയ്ക്കും പവറാ എനിക്ക്. ഭാര്യയോട് ഭർത്താവ് പറയുക, നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ എൻ്റെ പൊരുത്തം വേണമെന്ന്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ആരാ പറയണേ? കഞ്ചാവ് അടിച്ചടക്കുന്ന വെള്ളിയാഴ്ച പോലും നിസ്കരിക്കാത്തവനാ വെണ്ണമ്പിള്ളയെടുത്ത് പറയണ, ഉസ്താദ് പറഞ്ഞത് കേട്ടോ ചങ്ങായി, നീ പോണെങ്കിൽ ഓള് തീരുമാനിക്കണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ പറയുന്നുണ്ട്, ആദ്യമായിട്ടാ ഞങ്ങളെക്കുറിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ പറയണേന്ന്. സാധാരണ വഴുതു പറയുന്ന ഉസ്താദന്മാര് പെണ്ണുങ്ങളെ കുറ്റം പറയാ അല്ലേ? എപ്പോൾ നോക്കിയാലും ഞങ്ങളെങ്ങനെ പറയും. ആദ്യം ഇയാളൊരു വെറൈറ്റി, ആദ്യമായിട്ടാണ് ഞങ്ങളെക്കുറിച്ച് പറയുന്നതെന്ന്. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. ഇവിടെ പെണ്ണുങ്ങളോട് നമുക്ക് എല്ലാ കടമ. ചുമ്മാ നാട്ടുകാരൊക്കെ വലിയവനാന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നാട്ടുകാർ മുഴുവനും പലതും അങ്ങനെ പറയാം, അതിൽ കാര്യമൊന്നുമില്ല. ഭാര്യ പറയട്ടെ നീ നല്ലവനാണെന്ന്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ ചെന്നിട്ടൊരു മസ്അല ചോദിച്ചു. ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കുന്ന പെണ്ണുങ്ങളില്ലേ? ഉണ്ടോ? 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 താത്താമാരെ എടുക്കാറില്ലേ? ചോദിക്കാതെ പൈസ എടുക്കാറില്ലേ? ഹലാലാണോ? ഹലാലാണോ? മസ്അല ഞാൻ പഠിപ്പിച്ചു തരാം. ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബി തങ്ങളോട് എന്ന് ചോദിച്ചു, നബിയെ, എൻ്റെ ഭർത്താവ് അബൂ സുഫിയാൻ എനിക്ക് ചെലവിനൊന്നും തരത്തില്ല നബിയെ. നാട്ടുകാരുടെ മുമ്പിൽ വലിയ ആളാ, എനിക്ക് ചെലവിന് തരാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാതെ എടുക്കാറുണ്ട്. പാവമാണ് നബിയെ. എടുക്കാൻ പാടുണ്ടോ നബിയെ? എടുക്കാൻ പാടുണ്ടോ? ഉണ്ടോ? നബിതങ്ങൾ ഹിന്ദിനോട് പറഞ്ഞു, നിനക്ക് ആവശ്യമുള്ളത് എടുത്തുകൊള്ളാൻ നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ പറ, നബി മുഹമ്മദ് മുസ്തഫ. ആവശ്യമുള്ളത് എടുത്തോളാൻ. ഏത് ഭർത്താവിന്? ഏത് ഭാര്യയ്ക്ക്? ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കാത്തവൻ. തരുന്ന പെണ്ണെ നിന്റെ അതല്ല, നിനക്കൊരു മാക്സിയോ ചുരിദാറോ ഒന്ന് റീചാർജ് ചെയ്യാനോ നിനക്ക് ആവശ്യമുള്ളതുപോലും തരാത്ത ഭർത്താവ്, അർഹതപ്പെട്ടതുപോലും തരുന്നില്ല. അപ്പം വേണമെങ്കിൽ പതുക്കെ, അപ്പോഴും ആവശ്യമുള്ളതേ എടുക്കാവൂ. എത്തിങ്ങാനയിലാക്കരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ചെലവിന് കൊടുക്കണം. ചെലവിന് കൊടുത്താൽ എടുക്കോ? എടാ, ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം. 4 പെണ്ണൊക്കെ കെട്ടാം, കുഴപ്പമൊന്നുമില്ല. ദീനിൽ അങ്ങനെ നിയമമുണ്ട്, 4 പെണ്ണ് വരെ കെട്ടാം. ഒളിച്ചു പാത്തും പെണ്ണ് കെട്ടുന്നവരുണ്ട്. അങ്ങനെയൊന്നും കെട്ടരുത്. നാട്ടുകാരും മഹല്ലും അറിഞ്ഞിട്ട് ഒന്ന് കെട്ടും,
എന്നിട്ട് ആരും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് ഒളിച്ചൊരു വിവാഹം കഴിച്ചിട്ട് ഒരു വാടക വീടും കൊടുത്ത് അവിടെ നിർത്തിയേക്കും. ഞാൻ ആഴ്ചയിൽ ഒരു വട്ടം വരാം ആമിന. ആ പരിപാടി ദീനിലില്ല ചങ്ങാതി. എടാ, നീ 2, 3, 4 വിവാഹം കഴിച്ചോ, പക്ഷെ വിവാഹം കഴിച്ചാൽ എല്ലാ ഭാര്യമാരെയും ഒരേപോലെ നിനക്ക് കാണാൻ കഴിയണം. വേർതിരിവ്. ഇവിടെ മഹല്ലും നാട്ടുകാർ പറഞ്ഞവളുടെ കൂടെ ആഴ്ചയിൽ 6 ദിവസം ഓളുടെ കൂടെ ഒരു ദിവസം ഒളിച്ചും പാത്ത് അവിടെ പോയിട്ട് വരും. ആ പരിപാടി ദീനി നടക്കൂല. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അത് നടക്കില്ല. എല്ലാവരെയും തുല്യരായിട്ട് കാണാൻ കഴിയണം. വേർതിരിവ് കാണിക്കാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്വന്തം ഭാര്യ പോയെങ്കിലും പറയട്ടെ നീ നല്ലവനാണെന്ന്. നീ നിന്റെ ഭാര്യ പറയണം അങ്ങനെ വേണം ജീവിക്കാൻ. ഓള് നിന്നെക്കുറിച്ച് നല്ലത് പറയുന്ന നീ നിന്റെ സ്വഭാവം മാറ്റണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാകട്ടെ. പറയുമോ? ഇന്ന് വീട്ടിൽ ചെന്നിട്ട് വഴുത് കഴിഞ്ഞിട്ട് രാത്രി കിടന്നുറങ്ങാൻ സമയമാകുമ്പോൾ ചുമ്മാതെ ആമിനായി ഇങ്ങനെ ഒന്ന് തോണ്ടണം. എന്തുവാ ഇവിടെ എന്താ വിളിക്കുക ഭാര്യ ഭർത്താവിനെ? ഇക്കാന്ന് ഇവിടെ എന്താ വിളിക്കുക ഭർത്താവിനെ ഭാര്യ? കാണാ ചീത്ത വിളിക്കാതിരുന്നാ മതിയില്ലേ? എടാ വാടാ പോടാന്നാ ഇപ്പൊ വിളിക്കുക. എടാ അതിങ്ങെടുക്കടാ. ആരോടാ പറയണേ? ഭർത്താവിനോട്. നല്ല ബുദ്ധി ഏട്ടാ. ഭർത്താവിന്റെ പേര് വിളിക്കണ പെണ്ണുങ്ങളുണ്ട്. അബൂബക്കറെ. സുബ്ഹാനല്ലാഹ്. പാപ്പാനെ എന്താ വിളിക്കണേ? പേരാ വിളിക്കണേ? പാപ്പാനെ എന്താ വിളിക്ക? വാപ്പാനെ വിളിക്കണത് വാപ്പാന്നാണോ അബൂബക്കർ വാപ്പാന്നാണോ? ഉമ്മാനെ വിളിക്കണ ആമിന ഉമ്മാന്നാ? ഉസ്താദിനെ വിളിക്കണത് സിറാജ് ഉസ്താദാ? പഠിപ്പിക്കണ ഉസ്താദിനെ ഉസ്താദ് എന്നല്ലേ വിളിക്കുക? പേരെ വിളിക്കുക? ഭർത്താവിനൊരു സ്ഥാനം ഉണ്ട് കേട്ടാ. ആ സ്ഥാനം കൊടുക്കണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പണ്ടുള്ളവര് ഏയ് നിങ്ങള് കുട്ടികളുടെ ഉപ്പ ഇങ്ങനെയൊക്കെയാ വിളിക്കുക. ഇപ്പോഴോ അതെങ്ങനെ? കുട്ടികൾ വിളിക്കണത് ഗെയ്സ് ഗെയ്സ് എന്നാ. കൂടെ ഗെയ്സ് ഗെയ്സ് എല്ലാം വിളിക്കണ ഗെയ്സാ. ഞാന് വയത് കഴിഞ്ഞ് പോയപ്പോൾ ഒരു തട്ടുകടയിൽ കയറി കാപ്പി കുടിക്കാൻ. ഒരുത്തൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ബ്രോ എന്ത് വേണമെന്ന്. കാലൊക്കെ ഇവിടെ പോയടോ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. ഞാൻ പറയുന്നത് ബഹുമാനിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ? കാക്കാനോട് ചോദിക്കുന്നു, എന്താ ജീവിതമൊക്കെ എങ്ങനെയുണ്ട്? കുടുംബജീവിതമൊക്കെ? നല്ല ഒരു ഭാര്യ ഉസ്താദെ. നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ഖുർആൻ ഓതും, സദക്ക കൊടുക്കും, വഴുതു പറയും, ചോറ് വെച്ച് തരും, എല്ലാം ചെയ്തു തരും. പിന്നെ എൻ്റെ മുഖത്തൊരു വിഷമം, നാവിന് മാത്രം ഇത്തിരി നീളം കൂടുതലുണ്ട് ഉസ്താദെ. അത്രേ ഉള്ളൂ. വളരെ സിമ്പിൾ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നമ്മൾ മരിച്ച നമ്മളെക്കുറിച്ച് നമ്മളുടെ ഭാര്യയെങ്കിലും പറയണം നമ്മൾ നല്ലവനായിരുന്നു എന്ന്. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ പെണ്ണുങ്ങളുടെ തല പന്തലിൻ്റെ മുകളിൽ തട്ടനുണ്ട് കേട്ടാ. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ ഓ പടച്ചോനെ, എനിക്ക് സാധാരണ പെണ്ണുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ പേടിയാ. ഞാൻ ഒരു 8 വർഷം മുമ്പ് ഒരു പ്രസംഗിച്ചു, പെണ്ണുങ്ങളെ തല്ലാൻ പറ്റുന്ന 5 സമയമുണ്ടെന്ന്. എത്ര സമയമുണ്ടെന്ന്? 29 കേസുണ്ട് എനിക്കിപ്പം. അള്ളാഹു കാക്കുമാറാകട്ടെ. നിങ്ങളാരെങ്കിലും വനിതാ കമ്മീഷനിൽ പോയിട്ടുണ്ടോ? മഷറയൊക്കെ ഉണ്ട്. അള്ളാഹു നമുക്ക് നന്നാക്കി തിരുമാറാകട്ടെ. പെണ്ണുങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ അപ്പം കേസാ. ഇപ്പം എല്ലാം നിങ്ങൾക്ക് അനുകൂലമാ. നടക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു അലം. പടച്ചവൻ നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, അപ്പം നീ പറഞ്ഞാൽ നിന്റെ ഭർത്താവ് പോകും. ഇനി നീ പോണെങ്കിലോ? നിനക്കും പോകണമല്ലോ, നിനക്കും സ്വർഗത്തിൽ പോകണമല്ലോ. നീ സ്വർഗത്തിൽ പോകണമെങ്കിൽ ആരാണ് പറയേണ്ടതെന്നറിയോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ബനൂ മുസ്തലക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ആ യുദ്ധത്തിന്റെ പ്രത്യേകത ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന യുദ്ധമാണ്. നബിതങ്ങൾക്ക് സഹായവുമായി ആയിഷ ബീബിയും ആ യുദ്ധത്തിൽ പോയിരുന്നു. അങ്ങനെ നബിതങ്ങളും സ്വഹാബത്തും തിരിച്ചു വരുമ്പോ യാത്രക്കാരാണല്ലോ, മലമൂത്ര വിസർജനമൊക്കെ നടത്തണമല്ലോ. അതുകൊണ്ട് ഒരു സ്ഥലമെത്തിയപ്പോൾ എല്ലാവരും നിൽക്കുകയാണ്.
വിടുകയാണ്. അള്ളാന്റെ റസൂൽ ആയിഷ ബീബിയെ പറഞ്ഞു വിടുകയാണ്. ആയിഷ തന്റെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നുപോയി. അവസാനം മടങ്ങി വന്നു. തന്റെ വാഹനത്തിൽ കയറുകയാണ്. നബി തങ്ങൾ കണ്ടു, സഹാബത്ത് കണ്ടു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വാഹനത്തിൽ കയറുന്നത് എല്ലാവരും കണ്ടടോ. എന്നിട്ട് നബി തങ്ങൾ ആളുകളോട് പറഞ്ഞു പോകാറ്. അങ്ങനെ ആണുങ്ങൾ മുഴുവനും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കടന്നുപോയി. ജനങ്ങൾ തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷയ്ക്കൊരു കാര്യം മനസ്സിലാകുന്നത്. തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. തന്റെ കഴുത്തിൽ കടന്ന മാല കാണുന്നില്ല. ആ മാല പോയ സ്ഥലത്താണ് നഷ്ടപ്പെട്ടതെന്ന് ആയിഷയ്ക്ക് മനസ്സിലായി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചിന്തിക്കുകയാണ്, ഓടിച്ചെന്ന് എടുത്തുകൊണ്ട് വരാമല്ലോ. ആരോടും പറയാതെ ഇറങ്ങി പോവുകയാ. ഒരാളോടും പറയാതെ ആയിഷ ബീബി ഇറങ്ങിപ്പോയടോ. ആയിഷ പോകുന്നത് ആരും കണ്ടില്ല. അവസാനം എല്ലാവരും മടങ്ങി വന്നു. ആയിഷ കയറുന്നത് കണ്ടതാണല്ലോ. അതുകൊണ്ട് ഉണ്ടെന്നുള്ള ധാരണയിൽ യാത്ര തുടരുകയാണ്. പടച്ചവനെ, നബിയും സ്വഹാബത്തും പോയി. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ മാലയുമായിട്ട് തിരിച്ചു വരുമ്പോ അള്ളാന്റെ റസൂലിനെയും സ്വഹാബത്തിനെയും കാണുന്നില്ല. എന്ത് ചെയ്യണമെന്നറിയില്ല. ആയിഷ ബീബി ഇരുന്ന് കരയുകയാ. അപ്പോഴാണ് സഫ്വാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബി അതാ ഏറ്റവും പുറകിൽ ഒറ്റയ്ക്ക് വരികയാണ്. എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് വരുന്നതെന്നറിയോ? കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാറ് നിബിതങ്ങൾ നിർത്തിയ സ്വഹാബിയാണ്. ഈ സഫ്വാൻ തങ്ങൾ കുതിരപ്പുറത്ത് വരുമ്പോ വഴിയോരത്ത് ഹിജാബിട്ട ഒരു പെണ്ണിരുന്ന് കരയുകയാ. ആരാണെന്നറിയില്ല, ആരാണെന്നറിയില്ല. അവിടെന്ന് സഫ്വാൻ ചോദിക്കുന്നു, ആരാ ഈ വഴിയോരത്തിരുന്ന് കരയുന്നതാരാ? ആയിഷ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മഹ്ദി ആയിഷ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷയാ. ഇന്നാ ലില്ലാഹി ഇന്നാ ലില്ലാഹി. ആയിഷ ഉമ്മയോ ചാടിയിറങ്ങുകയാണ്. വാഹനപ്പുറത്ത് നിന്ന് ചാടിയിറങ്ങുകയാ. ഉമ്മ കേറുമ്മ, ഈ വാഹനത്തിന്റെ മുകളിൽ കേറുമ്മ. ഈ സഫ്വാ മുമ്പിലും നടക്കാമുമ്മ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ വേറെ വഴിയില്ലല്ലോ. അതാ വാഹനപ്പുറത്ത് കേറുകയാണ്. സഫ്വാൻ തങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ, നബി തങ്ങളും സ്വഹാബത്തും മണിക്കൂറുകൾ യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആയിഷയില്ലെന്ന് മനസ്സിലാകുന്നത്. യാത്ര നിർത്തിയടോ. എല്ലാവരും ഒരുമിച്ച് കൂടി അള്ളാന്റെ റസൂലിന്റെ ഭാര്യയായ ആയിഷയെ കാണുന്നില്ല. എല്ലാവരും വല്ലാത്ത ടെൻഷനിലായി. അപ്പോഴാണ് സഫ്വാൻ നടന്നു വരുന്നു. ആയിഷ ബീബി വാഹനത്തിന്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അള്ളാന്റെ റസൂലിനെ കണ്ടപ്പോ ആയിഷ ബീബി ഓടി വന്നിട്ട് കരന്നുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാ. നിബിതങ്ങളോടെല്ലാം പറഞ്ഞു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ടവരെ, നിബിതങ്ങൾക്ക് സമാധാനമായി. എല്ലാവരും യാത്ര തുടരാൻ നോക്കുമ്പോ മുനാഫിക്കീങ്ങളുടെ നേതാക്കന്മാരിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലൂൽ എന്ന് പറഞ്ഞ ഒരു വൃത്തികെട്ടവനുണ്ടായിരുന്നു. അവൻ പറയാൻ തുടങ്ങി, രണ്ടുപേരും ഒറ്റയ്ക്ക് വന്നവരാണല്ലോ, രണ്ടുപേരും ചെറുപ്പക്കാരാണല്ലോ, എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടാകും. മഅദല്ലാഹ്, വ്യഭിചാരത്തിന്റെ ആരോപണം തുടങ്ങുകയാ. വ്യഭിചാര ആരോപണം തുടങ്ങുകയാണ്. പടച്ചവനെ, മദീന മുഴുവനും പടരുകയാണ്. കാട്ടുതീ പടരുന്നത് പോലെ മദീന മുഴുവനും പടരുകയാണ്. ആയിഷയെ കുറിച്ച് അവിടുന്ന് വ്യഭിചാര ആരോപണം നടത്തുകയാണ്. കേട്ടവർ വിശ്വസിച്ചടോ. കാരണം പറഞ്ഞത് ശത്രുക്കളല്ല, അള്ളാന്റെ റസൂലിന്റെ കൂടെ പോയവരാ. സുബ്ഹാനല്ലാഹ്.
ഒരു നാട് മുഴുവനും ആയിഷയെ കുറിച്ച് ചർച്ച ചെയ്യുകയാണ്. എവിടെ നോക്കിയാലും ആയിഷ. നബിതങ്ങൾക്ക് സങ്കടമായി. നബിതങ്ങൾ ആരോടും മിണ്ടുന്നില്ല. എവിടെ നോക്കിയാലും ആയിഷ ആയിഷ ആയിഷ. അവസാനം അല്ലാഹുവിന്റെ പ്രവാചകന് സങ്കടമായി. നബിതങ്ങൾ മസ്ജിദ് നബവിയുടെ മിമ്പറിൽ കയറുകയാ. യാ അയ്യുഹന്നാ, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട് സഹാബ. എന്റെ ഭാര്യയെ കുറിച്ച് നിങ്ങളൊക്കെ പറയുന്നത് ഞാൻ അറിയുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ ആയിഷാന്, എനിക്കറിയാം എൻ്റെ ആയിഷാന്. നിങ്ങളൊക്കെ എന്ത് പറഞ്ഞാലും ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. ബീവിയെ കുറിച്ച് ഒരു നാട് മുഴുവനും ചർച്ച. എവിടെ നോക്കിയാലും ആയിഷയെ കുറിച്ച് വ്യഭിചാര ആരോപണം നടത്താ. നബിതങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? വല്ലാഹി ലാകിൻ വല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ. എൻ്റെ ആയിഷ ഇന്നലെ വരെ എൻ്റെ കൂടെ ജീവിച്ചവളാ. എനിക്കറിയാം എൻ്റെ ഭാര്യയെ, എനിക്കറിയാം എൻ്റെ ഭാര്യയെ. നിങ്ങൾ ആരെന്തോ പറഞ്ഞാലും എൻ്റെ ആയിഷാനെ എനിക്കറിയാം. കാരണം ഇന്ന് വരെ ഞാൻ അവളുടെ ഭാഗത്ത് നിന്ന് നല്ലതല്ലാതെ ഒന്നും കണ്ടിട്ടില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞ ഭാര്യ, എൻ്റെ ഭാര്യ എനിക്കറിയാം, അവൾ അള്ളാനെ ഭയന്ന് ജീവിക്കുന്നവളാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറയുവോ പെങ്ങളെ നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച്, നിന്റെ ഭർത്താവ് നിന്നെ കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന്? നിന്നെക്കുറിച്ച് പറയുവോ നീ നല്ലവളാണെന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മൾ പഠിക്കേണ്ട ചില കാര്യമുണ്ട്. എന്തെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ ചാടരുത്. ഭാര്യ മെസ്സേജ് എഴുതി, ഫോട്ടോ അയച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഫോണിൽ സംസാരിച്ചു, വല്ലവനായിട്ട് പ്രേമോ പ്രണയ, ഉടനെ വിളിച്ചു പറയും ഞാൻ വരുന്നതിന് മുമ്പ് ഭാര്യ കിട്ടിപ്പോക്കോളെ. എടാ 25 കൊല്ലം 30 കൊല്ലം കൂടെ കടന്നവളെ വിശ്വാസമില്ല. ഏതെങ്കിലും ഒരുത്തം പറഞ്ഞ ഉടനെ പറയാ പൊക്കോളാൻ. ഓ, ഒരു മെസ്സേജ് എഴുതിയതിൻ്റെ പേരിൽ, എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ചെയ്തതിൻ്റെ പേരിൽ പറഞ്ഞു വിടുന്ന ഭർത്താക്കന്മാർ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നീ വലിയ മലക്കാണല്ലേ, പറഞ്ഞു വിടുന്ന ഭർത്താവ് വലിയ മലക്ക. ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ, ഫോണുള്ളവരൊക്കെ ഒന്ന് കൈപൊക്കടോ, ഒന്ന് പൊക്കിക്കേ താത്താമാരെ, ഫോണുള്ളവരൊക്കെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരുടെ കയ്യിൽ ഫോണില്ലേ? ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ വെച്ചിരിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്കും സൗത്ത് ഇന്ത്യൻ ബാങ്കും SBIയും ഫെഡറൽ ബാങ്കില്ലേ, ആ ബാങ്കിൻ്റെ ലോക്കറിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപ ഇരിക്കുന്നുണ്ട്. ആ ലോക്കറിന് പോലും ഇല്ലാത്ത ലോക്കാ നമ്മുടെയൊക്കെ മൊബൈലിന്. അള്ളാഹു കാക്കമാറാകട്ടെ. എടാ, ഈ മൊബൈലിന് നമ്മൾ ഇട്ടിരിക്കുന്ന ലോക്കൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. ആ ലോക്കറിന് പോലും ഇല്ലടോ. എനിക്ക് ഓർമ്മ വരുന്നു, ഞാനൊരിക്കൽ വഴുത് കഴിഞ്ഞിറങ്ങിയപ്പോൾ ഒരു വാപ്പ പറഞ്ഞു, ഉസ്താദ് എനിക്കൊരു ഫോട്ടോ എടുക്കണമെന്ന്. ഞാൻ നിന്നു കൊടുത്തു. ആ മനുഷ്യൻ എടുക്കുന്ന ലോക്ക് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി. ആ പ്രായമുള്ള ഉപ്പ ഇങ്ങനെ എന്തോ വരച്ചിട്ടൊരു ലോക്ക്. ഇവിടെ ഇന്ന് മനുഷ്യന്മാരുടെ ലോക്കാലോചിക്കേ. ഭർത്താവ് എല്ലാവരുടെ ഫോണിലും ലോക്കാ. ഭാര്യ ചോദിക്കുക, നീ എന്തിനാടി എൻ്റെ ഫോൺ എടുത്ത? ഭർത്താവ് ചോദിക്കുക ഭാര്യയോട്, നീ എന്തിനാ എൻ്റെ ഫോൺ എടുത്തേ? നിനക്കല്ലെങ്കിലും സംശയാടി. ഭർത്താവ് ഭാര്യയോട് പറയുന്നു. ഓളി ചോദിക്കുക, നിങ്ങൾ എന്തിനാ ഇക്ക എൻ്റെ ഫോൺ തൊട്ടത്? പടച്ചവനെ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്ക. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. കക്കൂസി പോകുമ്പോഴും കൂടെ കൊണ്ടുപോകാം, ഇതിനെ ബാത്റൂമിൽ കൊണ്ടുപോകുമ്പോഴും കൊണ്ടുപോവാ. കാരണം വെക്കണില്ല. എന്തുകൊണ്ട്? നിന്റെ ഭാര്യ കാണാൻ പാടില്ലാത്ത എന്തോ അതിനകത്തുണ്ട്. അതുകൊണ്ടല്ലേ ലോക്കിട്ടിരിക്കുന്നത്. കുറേ കാലം പറഞ്ഞു ഉസ്താദെ മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാ. കുറേ കാലം നമ്മൾ പറഞ്ഞു മക്കൾ ഗെയിം കളിക്കാതിരിക്കാനാണ്. നിന്റെ ഈ പട്ടി എറിയുന്ന ഫോൺ ആർക്ക് വേണം? മക്കൾക്ക് വേണോ? മക്കൾ നല്ല ഐഫോണുമായിട്ട് നടക്കണേ. കുട്ടികളുടെ കയ്യിലൊക്കെ നല്ല ഫോണാ. ഉമ്മ നിന്റെ ഫോൺ എന്തിനാ നിന്റെ മോക്ക്? അപ്പം നിന്റെ ഫോൺ നിന്റെ ഭർത്താവിന് പോലും എടുത്താ നീ വാഴ്ന്നു പറയും. വീട്ടിൽ കിടന്നിട്ട് മറച്ചു വെക്കുകയാ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അത്രയൊക്കെ ഉള്ളൂടെ വിശ്വാസം എന്ന് പറയുന്നത്. അങ്ങനെ മറച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഭാര്യയും ഭർത്താവും എന്ന് പറഞ്ഞാൽ എല്ലാം പരസ്പരം ഷെയർ ചെയ്യേണ്ടവരല്ലേ. സന്തോഷവും ദുഃഖവും എല്ലാ വിഷയങ്ങളും പരസ്പരം പറയേണ്ടവരാ ഭാര്യയും ഭർത്താവും. ഈ കള്ളത്തരം കാണിക്കണെന്തിനാ? അങ്ങനെ പെണ്ണ് കെട്ടണമെന്നുണ്ടെങ്കിൽ ഭാര്യയോട് പറഞ്ഞാൽ ഓള് സമ്മതിക്കൂല്ലേ? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആമീൻ പറ. നിങ്ങൾ സമ്മതിക്കൂല്ലേ?
ഇക്കാന് രണ്ടാമത് കെട്ടാനുണ്ടെങ്കിൽ പോയി കെട്ടിക്കോക്ക ധൈര്യമായിട്ട്. നിങ്ങൾ എവിടെ പോയി കെട്ടിക്കോ, പറഞ്ഞു വിട്ടേക്കണം. കെട്ടേണ്ടവൻ കെട്ടു, ഒളിച്ചും പാത്ത് നടക്കണേ എന്തിനാ, പോയി കെട്ടട്ടെ. അള്ളാഹു ഈമാനുള്ള ജീവിതം, നല്ല സന്തോഷമുള്ള ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞത് സ്നേഹമില്ലടോ ഭാര്യയ്ക്കും ഭർത്താവിനിന്ന്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹബന്ധമൊന്നുമില്ല, അഭിനയം. സീരിയൽ കണ്ടിട്ട് ഇപ്പം അഭിനയിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ വിലയോ മഹത്വമോ ഒന്നും നമുക്കറിയില്ല. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൻ്റെ വലുപ്പം നമുക്കറിയില്ല. അറിയോ, ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ചുപോയി. വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അങ്ങനെ നടന്ന് വീടിൻ്റെ മുമ്പിൽ ചെന്നു ഭാര്യയും ഭർത്താവും. ഇങ്ങോട്ട് വന്നപ്പോൾ രണ്ടുപേരും രണ്ടായിട്ടാണ് വന്നേ. തിരിച്ച് നിങ്ങൾ ആരെങ്കിലും വീട്ടിലേക്ക് പോയി, വീടിൻ്റെ മുൻഭാഗമെത്തി, കൂടെ വന്നവരെല്ലാവരും അവരവരുടെ വീട്ടിൽ പോയി, നീയും നിന്റെ ഭാര്യയും മാത്രമായി. ആ സമയത്ത് നീ സ്നേഹത്തോടെ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ, എങ്ങനെ ചിലതൊക്കെ ബൈക്കിൽ കൂടെ നട റോഡിൽ കൂടെ കെട്ടിപ്പിടിച്ചു പോകും, അതൊക്കെ വേറെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതൊന്നും ഒരിക്കലും സ്നേഹമല്ലടോ. നമ്മൾ നോക്കുമ്പോൾ പ്രായമുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ടൗണിലൂടെ ഇപ്പോൾ ഒരു ബൈക്ക്, കല്ലട ബസ് പോലെ, ഭർത്താവ് താഴെയും ഭാര്യ തലയിൽ, ഇങ്ങനെ വണ്ടിയാണല്ലോ. എന്നോ പ്രേമം കെട്ടിപ്പിടിച്ചോണ്ടാ പോണേ. കണ്ടാ വിചാരിക്കും ലവ് ബേഡ്സ് ആണ്. അതൊക്കെ കള്ളത്തരം. എടോ, അല്ലാഹ് നീ നിന്റെ വീടിന്റെ മുമ്പിൽ എത്തിയപ്പോൾ ആരുമില്ല, നീയും ഭാര്യയും മാത്രം. ആ സമയത്ത് നീ നിന്റെ ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ നിങ്ങൾ രണ്ടുപേരും ചെയ്ത പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്രയ്ക്കും പുണ്യമാ. കയ്യിലൊന്ന് പിടിച്ചാൽ മതി ഭാര്യയുടെ. ചിരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? സംസാരിക്കാറുണ്ടോ ഭാര്യയെ നോക്കിയിട്ട്? വഴുത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ കൂട്ടുകാരൻ്റെ അയൽവാസിയുടെ ഭാര്യയെ കണ്ടു. ആമിന, സുഖമാണോടി? മക്കളൊക്കെ സുഖമായിട്ടിരിക്കണം, മച്ചാക്കി എങ്ങനെയുണ്ട്? അയ്യോ, എന്തൊരു സന്തോഷം ചോദ്യം. പെണ്ണുമ്പിള്ളയെ കാണുമ്പം ഇങ്ങനെ ഇരിക്കുക, കടന്തൽ കുത്തിയതുപോലെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹിക്കു പരസ്പരം. അള്ളാഹു തന്നിരിക്കുന്ന ജീവിതം സ്നേഹിക്കണം, പരസ്പരം പ്രണയിക്കണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പ്രണയമൊക്കെ ഉണ്ട്, പ്രണയം ഇല്ല എന്നൊന്നും ആരും പറയണില്ല. പ്രണയിക്കണം. ആരെ? സ്വന്തം പെണ്ണുമ്പിള്ളെ, കണ്ടവൻ്റെ പെണ്ണുമ്പിള്ളെ അല്ല. സ്വന്തം പെണ്ണും ഭർത്താവിനെ സ്നേഹിക്ക്, അയൽവാസിയല്ല. പ്രേമവും പ്രണയമൊക്കെ ഉണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് നോക്കിയ എല്ലാവരും പറയും സ്നേഹം കള്ളവ, അഭിനയമാടോ. ഭാര്യ മരിച്ചു, ഒരു ഉദാഹരണം ചോദിക്കട്ടെ. നീ മരണപ്പെട്ടു പോയി, ഒരു 3, 7, 10 ഒക്കെ കഴിഞ്ഞു. അപ്പോൾ കൂട്ടുകാരൻ വന്നിട്ട് ചോദിക്കുന്നു, അളിയ, അള്ളാഹുടെ തീരുമാനം, ഭാര്യ മരിച്ചു, അള്ളാഹ് സ്വർഗം കൊടുക്കട്ടെ, പക്ഷെ നീ ഇങ്ങനെ നടന്നാൽ മതിയോ? ഒരു കല്യാണമൊക്കെ കഴിക്കണ്ടേ? ഒരു നല്ലൊരു പെണ്ണുണ്ട്, ആലോചിക്കട്ടെ. അപ്പോൾ ഭർത്താവ് പറയുക, 40 കഴിയട്ടെ അളിയ, ഇല്ലെങ്കിൽ നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഒരു 40 ദിവസം, കൂടുതലൊന്നും വേണ്ട. അപ്പോഴും ഓം പറയണത് 40 കഴിയട്ടെ, നാട്ടുകാരെന്തെങ്കിലും പറയുമെന്ന്. ഇതാ സ്നേഹം. പിന്നെ നിങ്ങൾ ഭർത്താവ് മരിച്ച 4 മാസവും 10 ദിവസവും ഇద్దയിരിക്കണം. ആരാപ്പ ഇద్దയിരിക്കണേ? 40 ദിവസം സക്കറാത്ത് വലിക്കണ പോലെ എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നിൽക്കും, അത് കഴിഞ്ഞാൽ പുറത്തിറങ്ങും. അത്രയേ ഉള്ളൂ. ഇന്നത്തെ സ്നേഹം അത്രയേ ഉള്ളൂ. ഇന്ന് ഈ വെള്ളിയാഴ്ച രാവിലെ സുബഹി നിസ്കരിക്കാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു പിതാവ് അറ്റാക്ക് വന്നു. അദ്ദേഹം ജുമയ്ക്ക് മുമ്പ് മരണപ്പെട്ടു പോയി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. എനിക്കറിയാം, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വാപ്പയുടെ വാപ്പയാ. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അറ്റാക്ക് വന്നിട്ട് ഹോസ്പിറ്റലിലായി. അപ്പോൾ ആ സഹോദരി എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഭർത്താവ് എപ്പോഴും പറയുമായിരുന്നു, ഞാൻ മരിച്ച് 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ആ ഭർത്താവ് ജീവിച്ചിരിക്കുന്ന സമയത്ത് പറയുമായിരുന്നു, ഞാൻ മരിച്ചു 3 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യയും മരിക്കുമെന്ന്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ 3 ആയിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് ആ സഹോദരിയും മരിച്ചു, ഖബറടക്കി. അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ഭാര്യ ഐസിയുവിനകത്ത് കിടക്കുമ്പോഴും പറയുന്നുണ്ട്, ഞാൻ പോകും, ഞാൻ മരിക്കും, കാരണം എൻ്റെ ഇക്ക ഇങ്ങനെ പറയാറുണ്ട്. ഇതാണ് സ്നേഹം, ഇതാണ് സ്നേഹം. അല്ലാതെ നമ്മൾ ഇങ്ങനെ കാണിക്കണ ഒരു കുപ്പിക്കകത്ത് വെള്ളം ഇട്ടിട്ട് 2 സ്ട്രോ ഇട്ടിട്ട് ഇങ്ങനെ വലിച്ചു കുടിക്കണതോ ഐസ്ക്രീം വെച്ച്, അതൊന്നുമല്ല. സ്നേഹിക്കു പെങ്ങളെ, അഭിനയൊക്കെ മാറ്റിവെക്ക്. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കണം, പ്രണയിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ബീച്ചിലും പാർക്കിലും ഇരുന്ന് കാണിക്കുന്നതല്ല സ്നേഹം, അതൊക്കെ അഭിനയമാ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ സ്നേഹിച്ച 2 പേരെ പറഞ്ഞു തരട്ടെ. സ്നേഹിച്ച 2 പേരെ പറഞ്ഞു തരട്ടെ. സ്നേഹിക്കാൻ പഠിപ്പിച്ച 2 പേരെ പറഞ്ഞു തരട്ടെ. സമയം 11 മണിയായി, എൻ്റെ സമയം കഴിഞ്ഞു.
അള്ളാഹു നമുക്ക് പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭക്ഷണം വന്നിരിക്കുമ്പോൾ നിസ്കരിക്കൽ പോലും കറാഹത്ത അല്ലേ? ഭക്ഷണം ഇരിക്കുന്ന സമയത്ത് നിസ്കരിക്കൽ പോലും കറാഹത്തെന്ന. നിങ്ങളൊക്കെ ഭക്ഷണവും കൈ പിടിച്ചുകൊണ്ടിരിക്കുക, വഅദ് പറയില്ലപ്പോൾ എന്തായിരിക്കും? അപ്പം 11 മണിയായി. എനിക്കൊരു 10-15 മിനിറ്റ് തന്നാൽ ഞാൻ ഈ ചരിത്രം പറഞ്ഞിട്ട് ദുആ ചെയ്യാം. ഇല്ലെങ്കിൽ ഇപ്പം തന്നെ ദുആ ചെയ്യാം. എന്ത് വേണം? കുറച്ചു നേരം കൂടി ഇരിക്കുമോ? അപ്പം ഞാൻ പറയണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൈസ ചോദിക്കുമ്പോൾ ഇവിടെയൊക്കെ തന്നെ കാണണം കേട്ടാ. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് 25 വയസ്സ്. തൻ്റെ ഭാര്യ ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഈ 40 വയസ്സുള്ള ഖദീജ ബീവിയെ 25 വയസ്സുകാരനായ നബിതങ്ങൾ വിവാഹം കഴിച്ചു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പ്രേമിച്ചിട്ടൊന്നുമല്ല കേട്ടാ, പ്രണയിച്ചിട്ടൊന്നുമല്ല. അങ്ങനെ 40 വയസ്സുള്ള ഖദീജയെ വിവാഹം കഴിച്ചു. ഈ നബിതങ്ങളും ഖദീജ ബീവിയും 25 കൊല്ലം ഭാര്യ ഭർത്താക്കന്മാരായി ജീവിച്ചു. അങ്ങനെ ഖദീജ ബീവിക്ക് 65 വയസ്സായി. ഈ 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം കുളിച്ചു ഒരുങ്ങി വീടിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. മഹാനായ നബിയന റസൂലുള്ളാഹി നബിതങ്ങളെ കാത്തിട്ട് നിൽക്കുക. കല്യാണം കഴിച്ചതിൻ്റെ 2 ദിവസം കഴിഞ്ഞപ്പോഴല്ല, 65-ാമത്തെ വയസ്സിൽ. 65-ാമത്തെ വയസ്സിൽ. ഇത് സിനിമ കഥയെന്നല്ല കേട്ടാ, സീരിയലിലെ കഥയെന്നല്ല, അള്ളാന്റെ റസൂലിന്റെ കഥയാ ഞാൻ പറയാ. 65 വയസ്സുള്ള ഖദീജ ബീബി കുളിച്ചു ഒരുങ്ങി നബിതങ്ങളെ കാത്തു നിന്നു. നബിതങ്ങൾ വീട്ടിലേക്ക് കടന്നു വന്നു. ചിരിക്കുന്ന മുഖത്തോടെ സലാം മടക്കി സ്വീകരിച്ചു. ഭക്ഷണം എടുത്തു വെച്ച് നബിതങ്ങളുടെ മുമ്പിൽ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഭക്ഷണം എടുത്തു വെച്ചു. നബിതങ്ങൾ കഴിക്കാൻ തുടങ്ങിയപ്പോൾ ഖദീജ ബീവി അടുത്തു വന്നിട്ടിരുന്നു. നബിതങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് നോക്കിയിരുന്നു. ചോദിച്ചു, നബിയെ, എനിക്കൂടെ ഇത്തിരി ഭക്ഷണം വാരിത്തരുവോ? 65 വയസ്സുള്ള ഖദീജ ചോദിക്കുകയാ, എനിക്കൂടെ വാരിത്തരുവോ? അള്ളാന്റെ റസൂൽ വാരിക്കൊടുത്തു ഖദീജ ബീവിക്ക് ഭക്ഷണം. ഞാനും വാരിത്തരട്ടെ നബിയെ? വാരിത്താ നബി, വാരിത്താ ഖദീജ. ഖദീജ ബീവി നബിതങ്ങൾക്ക് ഭക്ഷണം വാരിക്കൊടുത്തു. നബിതങ്ങൾ ഖദീജ ബീവിക്കും വാരിക്കൊടുത്തു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. നമ്മളോ ഒരു ജ്യൂസ് വെടിച്ചിട്ട് അപ്പുറം ഇപ്പുറവും ഓരോ സ്റ്റോ ഇട്ടിട്ട് കല്യാണ സമയത്ത് കുടിച്ചതാ, പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് ഭക്ഷണം വാരിക്കൊടുത്ത് എത്ര ഭർത്താക്കന്മാർ, എത്ര ഭാര്യമാരുണ്ട് ചിന്തിക്ക്. 65 വയസ്സുണ്ട് ഖദീജ ബീവിക്ക്. ഭക്ഷണം കഴിച്ചു. അതാണ് പ്രേമം, അതാണ് പ്രണയം. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ ഇരിക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, ആ മടിയിലൊന്ന് തരവെച്ചിട്ട് കിടന്നോട്ടെ നബിയെ? നീ കിടക്ക് ഖദീജ, ധൈര്യമായിട്ട് കിടക്ക്. അള്ളാന്റെ റസൂൽ ഖദീജ ബീബിയെ പിടിച്ചു മടിയിൽ കിടത്തി. നീയോ? നിങ്ങളോ വാപ്പായ്ക്ക് 50 വയസ്സായി, 55 വയസ്സായി. നീ ഒരു റൂമില്, ഭാര്യ വേറെ റൂമില്. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പുറള്ള കാക്കുമാറാകട്ടെ. നിങ്ങളെങ്ങനെ ഒരു 10-45 കഴിഞ്ഞാൽ പിന്നെ വേറെ ഭർത്താവും ഭാര്യയും വേറെ വേറെ റൂമിലാ പല വീട്ടിലും കിടക്കുന്നത്. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കാം. ഇനി ഭർത്താവ് പറയുന്നു, വാ ആമിന, എടേ നമുക്ക് ഒരുമിച്ച് കിടക്കാം. ഓ മക്കള് മക്കളുടെ കെട്ടിയവൻ്റെ കൂടെ കിടക്കും. നിന്റെ ഭർത്താവിന്റെ കൂടെ നീ കിടക്കണ്ടേ? മരിക്കുന്ന ദിവസം വരെ ഭർത്താവിന്റെ കൂടെ കിടക്കണം. കാരണം ഒരു ഭർത്താവിന് താങ്ങും തണലുമാകേണ്ടത് പ്രായമാകുമ്പോഴാ, അല്ലാതെ കല്യാണം കഴിച്ച ദിവസം മാത്രമല്ല. ഖദീജ ബീബി നബിതങ്ങളുടെ മടിയിൽ കിടന്നു. എന്നിട്ട് നബിതങ്ങൾ ഇങ്ങനെ മുഖത്ത് നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ ഇങ്ങനെ നോക്കണേ? എന്തൊരു ഗ്ലാമറാ നബിയെ നിങ്ങൾക്ക്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ നബിതങ്ങൾ എന്തൊരു ഗ്ലാമറാ നബിയെ. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഭാര്യ പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ പൊന്നാര കാക്ക പ്രായമാകുന്തോറും ഗ്ലാമർ കൂടാന്ന്? അതുണ്ടോ? നിങ്ങളുടെ ഈ തരച്ച മുടി ഒന്ന് വടിച്ചളയാനാ പറയാ. ഭാര്യ പറയണമെന്ന് വടിച്ചളയാൻ അങ്ങനല്ല.
നബിതങ്ങൾ തിരിച്ചു വിട്ടില്ല. തിരിച്ച് ഖദീജയോട് ചോദിച്ചു, 25 കൊല്ലമായിട്ട് കാണാ, നീ എന്താ ഈ ചോദിക്കണേന്ന്. അങ്ങനെ പരസ്പരം തമാശ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ നബിതങ്ങളുടെ കയ്യിൽ ഇങ്ങനെ മുറുകെ പിടിച്ചു. വല്ലാത്ത ഒരു പിടുത്തം. നബിതങ്ങൾ ചോദിച്ചു, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, മുത്തി നബിയെ, 25 കൊല്ലമായി ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. ഈ 25 വർഷത്തിന്റെ ഇടയിൽ നിങ്ങളുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തം തരണം. ആ ഒരു ചോദ്യം കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്തു പറ്റി ഖദീജ നിനക്ക്? പൊരുത്തം ചോദിക്കുന്നല്ലോ, എന്തു പറ്റി എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുമ്പോ ഖദീജ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എന്റെ മരണമടുത്തിരിക്കുന്നു നബിയേ, എനിക്ക് പൊരുത്തം തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അങ്ങ് വാപത്തി പിടിച്ചടോ ഖദീജയുടെ വായുടെ മുകളിലേക്ക് കൈവെക്കുകയാ. ഖദീജ, പൊരുത്തം ചോദിക്കല്ലേ ഖദീജ, അങ്ങനെ പറയല്ലേ ഖദീജ. ആരാണ് പൊരുത്തം ചോദിക്കുന്നതെന്നറിയോ? അതാ ഖദീജയെ കുറിച്ച് പഠിക്കു പെങ്ങളെ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഖദീജയ്ക്ക് മുത്തുകൊണ്ട് പണിത ഒരു കൊട്ടാരം അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുകയാ. ഖദീജയ്ക്കൊരു പ്രത്യേകമായിട്ടൊരു കൊട്ടാരമുണ്ട്. എന്തിനാണ് അല്ലാഹു ആ കൊട്ടാരം കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചു. നബിതങ്ങളെക്കാൾ 15 ദിവസമല്ല, 15 വയസ്സ് കൂടുതലാണ് ഖദീജയ്ക്ക്. ഭർത്താവിനേക്കാൾ 15 വയസ്സ് ഖദീജയ്ക്ക് കൂടുതലാണ്. ആ ഖദീജ 25 വർഷത്തിന്റെ ഇടയിൽ ഒരിക്കൽ പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളുടെ മുമ്പിൽ ഖദീജ ശബ്ദമുയർത്തിയിട്ടില്ല. നബിതങ്ങളോട് കയർത്ത് സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും നബിതങ്ങളുടെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാണ് സ്വർഗ്ഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം. പെങ്ങളെ, നിനക്കർഹതയുണ്ടോ? നിനക്കർഹതയുണ്ടോ? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ, പരാതിയില്ല ഖദീജ, പരാതിയില്ല ഖദീജ, എന്നോട് പൊരുത്തം ചോദിക്കല്ലേ ഖദീജ. നബിതങ്ങളുടെ കണ്ണ് നിറഞ്ഞിട്ട് താടിരോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. നിന്നെക്കുറിച്ച് പരാതിയൊന്നുമില്ല എന്ന് പറയുമ്പോ ഖദീജ ബീവി ചാടി എഴുന്നേൽക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കെട്ടിപ്പിടിക്കുകയാ. എന്നിട്ട് നബിതങ്ങൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ എന്ന ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് 65 വയസ്സുള്ള ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചെവിയിലേക്ക് ചുണ്ടടിപ്പിച്ചു പിടിച്ചു. എന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മുത്തുനബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, 3 ആഗ്രഹമുണ്ട് നബിയേ, സാധിപ്പിച്ചു തരുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് ഖദീജ ബീവി ചോദിക്കുകയാ, 3 ആഗ്രഹമുണ്ട്, സാധിപ്പിച്ചു തരുമോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, എന്തേ ഖദീജ, എന്തേ ഖദീജ? യാ റസൂലല്ലാഹ്, എന്റെ ശരീരം നിങ്ങളെ കണ്ടിട്ടുള്ളൂ, എന്റെ ശരീരം നിങ്ങൾ കണ്ട ശരീരമാണ്. അതുകൊണ്ട് നബിയേ,
എന്റെ മയ്യത്ത് നിങ്ങൾ വേണം കുളിപ്പിക്കാൻ. വേറെ ഒരാളും കുളിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ വേണം എന്റെ ജനാസ കുളിപ്പിക്കാൻ. എന്നെ കുളിപ്പിക്കുമോ നബിയേ? അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാണ്. ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിക്കാമെന്ന്. പടച്ചവനെ, രണ്ടാമത്തെ ആഗ്രഹം എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, എന്റെ ജനാസ കഫം പൊതിയുമ്പോ അങ്ങ് പുതയ്ക്കുന്ന പുതപ്പുണ്ടല്ലോ, അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാളുണ്ടല്ലോ, അത് എനിക്ക് വേണം നബിയേ, അത് എനിക്ക് വേണം നബിയേ. ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാനുള്ളതാ. നിങ്ങളില്ലാതെ ഖദീജയ്ക്കും തുറക്കമാണ്, നിങ്ങളില്ലാതെ പറ്റില്ല നബിയേ. എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. നിങ്ങളില്ലാതെ ഖിയാമത്ത് നാൾ വരെ ഖബറിനകത്ത് കിടക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല നബിയേ. അതുകൊണ്ട് നിങ്ങളുടെ സുഗന്ധം വേണം. അങ്ങയുടെ ചുമലിൽ കിടക്കുന്ന ഷാള് എന്റെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയണേ നബിയേ. അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. മൂന്നാമത്തെ വസിയ്യത്ത് എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, നിങ്ങൾ വേണം എന്റെ മയ്യത്ത് ഖബറിലിറക്കി വെക്കാൻ. നിങ്ങൾ വേണം എന്റെ ജനാസ ഖബറിലിറക്കി വെക്കാൻ നബിയേ. നിങ്ങൾ വേണം എനിക്ക് പിടിമണ്ണ് വാരി വെക്കാൻ. അള്ളാന്റെ റസൂൽ അവിടുന്ന് സമ്മതിക്കുകയാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തോട് വിട പറഞ്ഞു. നബി തങ്ങളാണ് ജനാസ കുളിപ്പിച്ചത്. ലോകത്ത് ഒരു പെണ്ണിനും കിട്ടാത്ത ഭാഗ്യം അള്ളാന്റെ റസൂൽ തന്നെ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചു. നബി തങ്ങളുടെ കണ്ണ് നിറഞ്ഞു ഒഴുകുന്നുണ്ട്. അല്ലാഹുവേ, കഫം പൊതിയുന്ന സമയത്ത് തന്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ ഷാലെടുത്ത് വെച്ച് ചുംബിക്കുകയാ. തന്റെ ഖദീജയുടെ കഫം തുണിക്കകത്ത് വെച്ച് പൊതിയുകയാണ്. അവസാനം നബി തങ്ങൾ ഖബറിനകത്തിറങ്ങി. ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ ജനാസ താങ്ങി ഖബറിലേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. നബി തങ്ങൾ അവിടുന്ന് പിടിമണ്ണ് വാരി വെക്കുകയാണ്. നബി തങ്ങളുടെ കണ്ണുനീര് കാരണം ഖദീജയുടെ കഫം തുണി പോലും നനഞ്ഞുടോ. റബ്ബേ, അള്ളാന്റെ റസൂൽ അവിടുന്ന് ഖബറടക്കി പിരിയുകയാ. വേറെ ഒരുപാട് വിവാഹം കഴിച്ചു. അള്ളാന്റെ റസൂലിന് ഖദീജാനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു പെണ്ണ്. നബിതങ്ങളും മറന്നില്ല, നബിതങ്ങളും മറന്നില്ല. ആരെങ്കിലും നല്ല ഒരു ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്താ അള്ളാന്റെ റസൂല് ഖദീജയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊടുത്തു വിടുമായിരുന്നു. കാരണം അത്രയ്ക്ക് സ്നേഹമായിരുന്നു നബിതങ്ങൾക്ക്. നബിതങ്ങള് ഭാര്യമാരോട് സംസാരിക്കുമ്പോ അവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് കാണുമ്പോ നബിതങ്ങള് പറയും, എന്റെ ഖദീജ എങ്ങനെയാ, എന്റെ ഖദീജ ഇങ്ങനെയാ. അള്ളാന്റെ റസൂല് മറ്റുള്ള ഭാര്യമാരോട് ഖദീജാനെ പൊക്കി പറയുമ്പോ ആയിഷ ബീവിക്ക് ഒരിക്കൽ ഇഷ്ടപ്പെട്ടില്ല. ആയിഷ ബീവി ചോദിക്കുകയാ, ഈ കിളവിയോട് മാത്രം ഇത്ര സ്നേഹമുണ്ട്, വേറെ ഭാര്യമാരൊന്നുമില്ലേ? അള്ളാന്റെ റസൂല് കരഞ്ഞു, പെങ്ങളെ, തന്റെ ഖദീജാനെ കിളവി എന്ന് വിളിച്ചപ്പോ അള്ളാന്റെ റസൂലിന് സഹിക്കാതെ കരയുകയാ. നബിതങ്ങൾ അപ്പോഴും പറഞ്ഞു, നീയൊക്കെ എന്റെ ഖദീജയെ പോലെയാകില്ല, ഇതാകണം സ്നേഹമെന്ന് പറഞ്ഞാൽ. ഭാര്യയും ഭർത്താവും സ്നേഹിക്കണ്ടെങ്കിൽ ഇങ്ങനെയാണ്. മരിക്കുന്ന കാലം വരെ ഒരുമിച്ച് സ്നേഹത്തോടെ നടന്നിട്ട് ഈമാനോടുകൂടി മരിക്കണേ പെങ്ങളെ. നാളെ കുടുംബസമേതം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അതുകൊണ്ട് മന്നസിന അലൈഹി അർബഅതു ഖൈറാ വജബതു ലഹുൽ ജന്നാ. സ്വർഗം നിർബന്ധമാകുന്ന മനുഷ്യനാരെന്നറിയോ?
അവന്റെ മരണത്തിന് ശേഷം അള്ളാഹുവിന്റെ മുമ്പിൽ ഇവൻ നല്ലവനാ എന്ന് സാക്ഷി പറയാൻ ഒരു കൂട്ടുകാരൻ വേണേ, പെങ്ങളെ ഒരു കൂട്ടുകാരി വേണേ. രണ്ട്, നീ മരിച്ചു കഴിഞ്ഞാൽ നിന്റെ ഭാര്യ പറയണം നീ നല്ലവനാണെന്ന്. നിന്റെ ഭാര്യ നിന്നെ കുറിച്ച് ഒപ്പം ചോദിച്ചാലും 1000 നാവായിരിക്കണം. എൻ്റെ ഇക്ക എത്ര താമസിച്ചു വന്നാലും നിസ്കരിക്കും, അള്ളാഹനെ വല്ലാത്ത പേടി എന്ന് നമ്മുടെ ഭാര്യമാര് പറയുന്നൊരവസ്ഥ. അള്ളാഹു നമ്മൾ അങ്ങനെ ആക്കി തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് സമയം 11:15 അതുകൊണ്ട് ഇൻഷാ അള്ളാ എല്ലാവരും ഭക്ഷണവുമായിട്ടിരിക്കുക. അൽഹംദുലില്ലാ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, സമയം താമസിച്ചത് കൊണ്ട് ഞാൻ നിർത്തുകയാ. പറഞ്ഞതും കേട്ടതും അള്ളാഹു ഒരു സ്വാലിഹായ അമലായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ.